ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ 4 ചാപ്റ്റേഴ്സിന്റെ അല്ലെ റിവിഷന്റെ പാർട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർമ്മയുണ്ടാവുമല്ലോ അതിൽ ഏതൊക്കെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്? ആൽക്കഹോൾ, ഫിനോൾ ഈതർ, അതുപോലെ തന്നെ ഹാലോ ആൽക്കെയ്ൻ ആൻഡ് ഹാലോരേന്റെ പേര്. അതിന് ഇക്വേഷൻസ് പഠിക്കാനാണ് ലാസ്റ്റ് പറഞ്ഞത്. സാറ്റർഡേ രാത്രി നമുക്കൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, അതൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ളത്. എനിക്ക് ഇത്തിരി വയ്യാത്തതുകൊണ്ടായിരുന്നു ഒന്ന് രാത്രി വെക്കാൻ കേട്ടോ. ഓക്കെ, ഈ വീക്കിൽ എന്തായാലും ഉണ്ടാവും അങ്ങനത്തെ സെക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് വെനസ്ഡേ രാത്രി വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കഴിഞ്ഞ് വെനസ്ഡേ രാത്രി വെക്കുന്ന രീതിയിലൊക്കെ ചെയ്യാം. ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത്, ഞാൻ ലാസ്റ്റ് 2-3 ക്ലാസ്സുകളായിട്ട് പറയുന്നുണ്ട്, ഇക്വേഷൻസ് ഓർഡറിൽ എഴുതി വെക്കണം അല്ലെ. നമ്മൾ ബോർഡിലൊക്കെ എഴുതിപ്പിച്ച ഓർമ്മയുണ്ടോ? അത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യണം. അതെ, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് പറയാം. നമുക്ക് ബോർഡ് എക്സാം ആവുന്ന സമയത്ത്, ഇത് കുറെ പേരൊക്കെ കണ്ടു കാണും, ബോർഡ് എക്സാം ആവുന്ന സമയത്ത് ചാർട്ട് വെച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലെ. ഓർത്ത് വെക്കുക, ഇതാണ് നമ്മുടെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് വരുന്ന എന്താണ് കൺവേർഷൻ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് കൊണ്ടുവരുന്ന ഒരു ചാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇതറിയണം. ഈ 2 പേജ് ഉള്ളൂ, ഇതുണ്ടോ വളരെ. ഈ 2 പേജില് ഓർഗാനിക് കെമിസ്ട്രിയിലെ 4 ചാപ്റ്ററുള്ള എല്ലാ ഇക്വേഷനും കറക്റ്റ് ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയിലെ CBSEയുടെ വരുന്ന എല്ലാ ചാപ്റ്ററിലേക്കും കേട്ടോ. ഓർത്ത് നോക്കാം, ഞാൻ എഴുതിയല്ല, 2-3 വർഷത്തിന് മുമ്പ് ഒരു വെച്ച് എഴുതിപ്പിച്ചാണ്. ഇതിനേക്കാൾ നല്ല ഭംഗി എഴുതിയിരിക്കുന്ന വേറെ ആൾക്കാരുടെയൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി വരുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടോ ഓർത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ആ ഇക്വേഷൻസുകൾ ഇങ്ങനെ ഓർഡറിലാക്കി എഴുതി വെച്ചേക്കുന്നത്. ഇത് ചെറിയൊരു ഇത് കണ്ടോ, ഈ 2 പേജുള്ളൂ. ഈ 2 പേജില് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഓൾ ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോ ഈ 2 ചാർട്ടായിട്ട് അല്ലെ എല്ലാ ഇക്വേഷൻസും ഈ 2 പേജില് 2 ചാപ്റ്ററിന്റെ ഓൾ ഇക്വേഷൻസ് വെക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ ഏത് ഇക്വേഷൻ ആണ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏത് ഇക്വേഷൻ ആണ് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ പാസ്റ്റ് ഇയർ ബുക്ക്ലെറ്റിൽ ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെയാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ കൺവേർഷൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പഠിക്കണം. അങ്ങനെ ചെയ്ത് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലാവും ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ആദ്യം എന്താണ്, നമ്മൾ ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററിന്റെ കണ്ടന്റ് സ്കൂളിൽ എടുക്കുന്നു, നമ്മൾ ഇവിടെയും കേൾക്കുന്നു അല്ലെ. ആ പരിപാടിയൊക്കെ കഴിഞ്ഞു, പതുക്കനെ കേട്ടു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് അല്ലെ കുറെയൊക്കെ എഴുതാനായിട്ട് നോക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമുക്ക് കിട്ടും അല്ലെ, കുറച്ചൊക്കെ മറന്നു പോകുന്നുണ്ട്. പലരും പല ലെവലിലൊക്കെ നിൽക്കുന്നു. ഇനി എന്താന്ന് പറഞ്ഞാൽ ഇതില് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പതുക്കനെ 1 by 1 ആയിട്ടൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യണ സമയത്ത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഇതിന് ടൈപ്പ് ഓഫ് കൺവേർഷൻസ് ഉണ്ട്. കൺവേർഷൻ ആണ് ഏറ്റവും ടഫസ്റ്റ് എന്ന് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് കൺവേർഷനാ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ 4 ടൈപ്പ് കൺവേർഷൻസുകളാണ് ഇതിൽ ടഫസ്റ്റ് ആയിട്ട് വരുന്നത്. അതിനെ ചാർട്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് പ്രാക്ടീസ് ചെയ്യും. അതൊരു ഒബ്സർവേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ചാർട്ടിൽ വരുന്ന കൺവേർഷൻ ടൈപ്പ് എഴുതി ക്ലിയർ ചെയ്ത് പഠിച്ച് അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കുകയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർക്കുക, ഇത് എത്തണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറെ ഇക്വേഷനെങ്കിലൊക്കെ അറിയണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ചെയ്ത് ക്ലിയർ ചെയ്ത് കൺവേർഷൻസ് ഒക്കെ കുറേ രീതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ അതിന്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുകയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അപ്പോൾ ആ കൺവേർഷൻ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ വരുന്ന സമയത്ത് ഒരു A4 ഷീറ്റിൽ ഇതുപോലെ ചാർട്ടുകളൊക്കെ എഴുതി പിൻ ചെയ്ത് വെക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കാർഡിലോ ബാക്കി കാര്യങ്ങളിലൊക്കെ എടുത്തു വെക്കണം കേട്ടോ. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്ക് ബോർഡ് എക്സാം വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് ടൂളും ബാക്കി കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ 4 ചാപ്റ്റർ ഉണ്ടല്ലോ. നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ളൂ? ഹാലോ ആൽക്കെയ്ൻ ആൻഡ് ഹാലോരേൻ, പിന്നെ എന്തായിരുന്നു സെക്കൻഡ്? ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതർ കേട്ടോ. ഓർത്ത് നോക്കാം. അമർ ഓൺലൈനിൽ വന്നേക്കുന്ന ആൾ ശ്രദ്ധിക്കുക. നമ്മള് കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടേ അതിന്റെ മെത്തേഡുകൾ കറക്റ്റ് ആയിട്ട് ഉള്ള ഒരു ചാർട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോ ആ ചാർട്ടില് ഫസ്റ്റ് ഒരു ഫുൾ പേജിലായിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ വരച്ച് പതുക്കനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ പാട്ടാണ് ആർ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാലോ നമുക്ക്? ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോ കാർബൺ അല്ലെ. ആൽക്കീനൊക്കെ ആവാം. അപ്പൊ ആർ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാലോ ആൽക്കീൻ അല്ലെ, RX. ദെൻ എക്സ് മാറ്റി OH ആക്കണം. ഏതായിരിക്കും കൊടുക്കേണ്ട റിയേജന്റ്? RX നെ മാറ്റി OH ആക്കണം. എന്തായിരിക്കും? അക്വസ് KOH അല്ലെ. തിരിച്ചാണെങ്കിൽ എന്തായിരിക്കും? SOCl2 അല്ലെ. ഓർത്ത് നോക്കാം. അപ്പോ നേരെ തിരിച്ച്
പ്രൈമറി ആണെങ്കിൽ സെക്കൻഡറി 5 minutes, ടെർഷ്യറി നോട്ട്. OH മാറി X ആക്കണം. എന്തായിരിക്കും? SOCl2 അല്ലേ? വേറെ എന്തൊക്കെ ഇടാം? ലൂക്കാസ് റിയേജന്റ് ഇടാം. പിന്നെന്താണ്? NaBr അല്ലേ? അങ്ങനെ കുറെ റിയേജന്റ് ഇടാം. ഓക്കെ, ഇവിടെ ഞാൻ SOCl2 ഇട്ടു ഫോർ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള വരുന്നു. അപ്പൊ ഈ ഇക്വേഷൻ എവിടെ വരുന്നു എന്ന് അറിയണം. ഇത് പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻ, അതിൽ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻ, അതിൽ ആദ്യത്തെ ഹെഡിങ് ഫ്രം ആൽക്കഹോൾ, അവിടെയാണ് ഇത് കിടക്കുന്നത് കേട്ടോ. നോക്കാം, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. ദെൻ ആർ എന്താണ്? ഹൈഡ്രോ കാർബൺ. ദെൻ ഇവിടെ നിന്ന് RX ലേക്ക് വരണം. എന്തായിരിക്കും? Cl2 and UV light. Cl2 and UV light കേട്ടോ. ഓർത്ത് നോക്കാം, Cl2 and UV light കേട്ടോ. ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലായിരിക്കും ചോദിക്കുക. Cl2 and UV light പറയുമ്പോൾ എന്താ? RCl ആവും. R എന്ന് പറഞ്ഞാൽ എന്താ? CH3 ഗ്രൂപ്പുകൾ അല്ലേ? അപ്പൊ CH3Cl അങ്ങനെയൊക്കെ വരും. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് KCN ആഡ് ചെയ്ത് എന്ത് വരും? RCl. ഇവിടെ വെച്ച് ഒരു കാർബൺ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1 carbon increases. 1 carbon increases. ഇവിടെ 1 carbon increase. ഇനി RCOOH ആക്കണം. എന്ത് ചെയ്യണം? കാർബോക്സിലിക് ആസിഡില് പഠിച്ച കുട്ടികൾക്ക് അറിയാം അല്ലെ? സൈനൈഡിലേക്ക് ഡാഷ് ചെയ്ത RCOH ആണ്. ഹൈഡ്രോളിസിസ്. H2O and H+. H2O and H+. Then അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് RCH2OH. എന്ത് ചെയ്യണം? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോളിലെ രണ്ടാമത്തെ ഹെഡിങ്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ സെക്കൻഡ് ഹെഡിങ് എന്തായിരിക്കും? റിഡക്ഷൻ. എന്താണ് റിയേജന്റ്? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഓർത്ത് നോക്കാം. ദെൻ ഇവിടെ നിന്ന് RNH2 ആണ്. RNH2 പ്രിപ്പറേഷൻ ഓഫ് അമീൻ, അതിലെ ഫസ്റ്റ് ഹെഡിങ് ആണ്. H2 and നിക്കൽ പലേഡിയം റിഡക്ഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം, H2 and നിക്കൽ പലേഡിയം. പേരില്ല കേട്ടോ, ഇവിടെ ഒരു H കൂടുന്നുണ്ട്, അതുകൊണ്ട് RCH2NH2. ഇതും റിഡക്ഷൻ ആണ്. CH2NH2. ഇതേ സിയിലേക്ക് H ആഡ് ചെയ്യുമ്പോൾ CH2 ആവും. സിയിലേക്ക് H ആഡ് ചെയ്യുമ്പോൾ എന്താവും? CH2. എന്നിലേക്ക് H ആഡ് ചെയ്യുമ്പോൾ എന്താ? NH2 കേട്ടോ. അങ്ങനെയാണ് RCH2NH2 വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ എത്തുന്ന സമയത്ത് വേറെ പല ചാപ്റ്ററിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങി അല്ലേ? ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഇവിടെ നിന്ന് RCH2OH വരും. RCH2OH. RCH2OH. RCH2NH2 ആണ്. അത് RCH2OH ലേക്ക് മാറ്റണം. HNO2. ഇപ്പൊ ഓക്കെ കാണാം താഴ്ത്തല്ലേ? കേട്ടോ, പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പ്ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ തരാം, പറഞ്ഞൊക്കെ തന്നെ കേട്ടോ. സ്റ്റാൻഡ് എനിക്ക് മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇവിടെ HNO2 and H2 കേട്ടോ. നോക്കാം, HNO2 and H2O കൊടുത്തു കഴിഞ്ഞാൽ RCH2OH ആകും. ശരിക്കും അതൊരു ഡയസോണിയം സോൾട്ട് ആകും. അത് കഴിഞ്ഞിട്ട് നൈട്രജൻ ഗ്യാസ് അവിടെ നിന്ന് പോയിട്ടാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഹാലോ ആൽക്കീൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ദെൻ ഇവിടെ നിന്ന് ഈ CN ഇത് കണ്ടോ, COH ആകും. ഇത് കാർബോക്സിലിക് ആസിഡിന്റെ ചാപ്റ്റർ ആണ്. ഇത് അമീന്റെ ചാപ്റ്റർ ആണ്. ഓർത്ത് നോക്കാം. അങ്ങനെ ചാപ്റ്റർ ടു ചാപ്റ്റർ കണക്ഷൻ ഉള്ളതിനെയാണ് നമ്മൾ ഗുഡ് കൺവേർഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ അല്ല, പല പല ചാപ്റ്റേഴ്സിൽ പല പല ഇത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ടഫ് ആയിട്ട് വരുന്നത്. മനസ്സിലായി? ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് എല്ലാ ചാപ്റ്ററിലും എത്ര ചാപ്റ്റർ ഉണ്ട്? 4 ചാപ്റ്റർ. ഈ 4 ചാപ്റ്ററിലും 1 കാർബൺ ഇത് കണ്ടോ, 1 കാർബൺ ഇൻക്രീസ് ചെയ്യുന്ന ചാർട്ടുകളിലെല്ലാം ഇതുണ്ടാവും കേട്ടോ. 1 കാർബൺ ഇൻക്രീസ് ചെയ്യുന്ന ചാർട്ടാണിത്. അപ്പൊ ഇത് എന്തിന്റെ ചാർട്ടാണ്? 1 കാർബൺ ഇൻക്രീസ്.
ഇനി നമ്മൾ ഇവിടെയും ഒരു കൊച്ചു ഗെയിം കൂടി വെക്കും. ദേ ഇവിടെ ഒന്ന് ഞാൻ ഇങ്ങനെ ഒരു സംഭവം പിടിപ്പിക്കും. റൂട്ട്സ് ആണ് എന്നെ ട്രൈ ചെയ്ത ഇങ്ങനെ വന്നാൽ ഈ ആറിനെ എനിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എത്തനോൾ കൺവേർട്ട് ടു പെന്റനോയിക് ആസിഡ്. എത്തനോൾ കൺവേർട്ട് ടു പെന്റനോയിക് ആസിഡ്. എത്തനോൾ ഓൾ എന്ന് പറഞ്ഞാൽ എന്താ, ആൽക്കഹോൾ ആണ് അല്ലെ. ഓർത്ത് നോക്കുന്നത് ഇവിടെയാണ് എത്തനോൾ. എത്തനോളിന് ഞാൻ അസോസിയേറ്റ് ഇട്ട എന്തായാലും ക്ലോറോ ഈഥെയ്ൻ. ക്ലോറോ ഈഥെയ്നിലേക്ക് എന്നെ അണ്ടർ ചെയ്ത് കൊടുത്താൽ എന്താവും, ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനിലേക്ക് Cl2 ആൻഡ് UV ലൈറ്റ് കൊടുത്താൽ എന്ത് വരും, ക്ലോറോ ബ്യൂട്ടൈൻ. ക്ലോറോ ബ്യൂട്ടൈൻ. ക്ലോറോ ബ്യൂട്ടൈനിലേക്ക് KCl കൊടുത്താൽ എന്ത് വരും, പെന്റൻ നൈട്രൈൽ. പെന്റൻ നൈട്രൈലിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്ത് വരും, പെന്റനോയിക് ആസിഡ്. കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ ശ്രമിക്കരുത്, മൂവ് ചെയ്യാൻ ശ്രമിക്കണം. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. നമ്മള് മാപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും എഴുതി പഠിക്കാറില്ല, അല്ലെങ്കിൽ അത് ഇതില്ല, അതിൽ കൂടി പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. നിങ്ങൾ വരുന്ന വഴിയൊന്നും എഴുതിയല്ല വരുന്നത്, ആണോ? ആറ്റം ട്യൂഷൻ സെന്റർ വരുന്ന സമയത്ത് തന്നെ ഈ പേരുണ്ട്, ഒരു കുറ്റി പോസ്റ്റ് നമ്പർ 734 അങ്ങനെ നോക്കിയിട്ടാണോ വരുന്നത്? അങ്ങനെയാണോ? ഇനി ഇൻ കേസ് അങ്ങനെ വന്നു കരുതാ, ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലേ ശരിയാക്കുന്നത് അല്ലെ, ഓർത്ത് നോക്കാം. ഇനി വണ്ടി ഓടിക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ അല്ലെ നമുക്ക് പേടിയുണ്ടാവും. ഒരു പുതിയ റൂട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഗൂഗിളൊക്കെ ഇട്ട് നോക്കി അല്ലെ, അതായത് സമയത്ത് ഗൂഗിളൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ കഥയൊക്കെ എഴുതിയോ, ഗൂഗിൾ പഠിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ അങ്ങനെയാണ് തീരുമാനം എടുക്കുക. അല്ല, പോകും അല്ലെ, പോകുമ്പോൾ ചിലപ്പോൾ ഒരു വഴിയൊക്കെ മാറി പോകുമ്പോൾ റിട്ടേൺ ഒക്കെ അടിച്ചൊക്കെ വരേണ്ടി വരും. അപ്പൊ ഒന്ന് കഷ്ടപ്പെടാം. അങ്ങനെ കഷ്ടപ്പെടണമെങ്കിൽ പിന്നെ മറക്കൂല. ഓർത്ത് നോക്കുക, അങ്ങനെ വന്നിട്ട് പഠിക്കും. അതുപോലെ ഇത് ഇത്രയും മാപ്പ് നല്ല വൃത്തിയിൽ നിങ്ങൾ എഴുതും. എന്നിട്ട് 4 ചാപ്റ്റർ ഉണ്ട് നമുക്ക്. ഈ 4 ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് ഇത് വെച്ച് ചെയ്യാമെന്ന് ട്രൈ ചെയ്യും. എല്ലാവരും അല്ല, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, എന്ത് ടൈപ്പാണ് ഞാൻ പറഞ്ഞത്? ഈ ചാർട്ട് എന്തിനു വേണ്ടി പഠിച്ച, എല്ലാത്തിനും വേണ്ടിയിട്ടാണോ? 1 കാർബൺ ഇൻക്രീസസ്. സെക്കൻഡ് എന്താ പറഞ്ഞേ, ഈ കൺവേർഷൻ അഡ്വാൻറ്റേജ് എന്താ, ചാപ്റ്റർ ടു ചാപ്റ്റർ കൺവേർഷൻ ആണ് അല്ലെ. ഒരു ചാപ്റ്ററിലല്ല, വേറെ ചാപ്റ്ററുകളൊക്കെ മിക്സ് ചെയ്ത് വരും. ഇവിടെ ഓർത്ത് നോക്കാം. ഇങ്ങനെ ഏകദേശം ഒരു 6 ചാർട്ടിന്റെ ലെവല് നിങ്ങൾക്ക് ഉള്ള ടഫ്നെസ് ഉള്ളൂ. അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഇല്ല, CBSE ടഫ്നെസ് ഇല്ല. അതേ സമയത്ത് ഒരു JEE ഒരു മെയിൻ ലെവലൊക്കെ ആണെങ്കിൽ ഒരു 16 ചാർട്ട് അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും പെട്ടെന്ന് 30 സെക്കൻഡ് കൊണ്ടൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് വിഷ്വലൈസ് ചെയ്ത് കണ്ടെത്താൻ പറ്റും, ഇന്ന വഴിയാണ് എന്ന്. ഇപ്പൊ ഇവിടെ നിന്ന് കരൂരെത്തണം, 4 വഴി പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് പറയും. ഞാൻ ഇവിടെ നിന്ന് കരൂർ എത്ര ഇവിടെ വരും, പിന്നെ 2ാമത്തെ വഴി ബൈക്കിൽ ഇറങ്ങി അതിൽ കൂടി വന്ന് പാലാരിവട്ടം കയറി അങ്ങനെ എത്താൻ പറ്റും. വലിയ വഴിയാണ്, പക്ഷെ അങ്ങനെ എത്താൻ പറ്റും. അതുപോലെ ഒരു കൺവേർഷന് പല വഴി ഉണ്ടാവും. എടി മനസ്സിലായി, പല വഴി ഉണ്ടാവും. അതിൽ ഏറ്റവും ബെസ്റ്റ് വഴി ഏതായിരിക്കും? നിങ്ങൾ എപ്പോഴും ബെസ്റ്റ് റൂട്ട് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇനി അവിടെ ഏറ്റവും വലിയ ബ്ലോക്ക് ആണെങ്കിൽ എന്ത് എടുക്കും? ഇല്ല. ഫസ്റ്റ് ഏറ്റവും കാറ്റഗറി എന്താ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. പിന്നെ ചില സ്ഥലത്ത് എന്ത് ചെയ്യില്ല, അത് എടുക്കില്ല, ഒന്ന് റൗണ്ട് അടിക്കും. ഇവിടെയാണെങ്കിൽ കെമിക്കലിൽ ചിലത് ഭയങ്കര എക്സ്പെൻസീവ് അങ്ങനെയൊക്കെ വന്നാൽ മാത്രം അങ്ങനെ ഒരു സ്റ്റെപ്പ് ഒക്കെ കൂടും. അതല്ലാതെ എല്ലാം ഈ ലെവലിലേക്ക് വരും. ഇനി ഇവിടെ നിന്ന് ഈ മെയിൻ റൂട്ട് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഐഡിയ കിട്ടും. ആന്റിഹൈഡിന് ആൽക്കഹോൾ ആക്കണം. എന്ത് ചെയ്യണം? ആന്റിഹൈഡിന് ആൽക്കഹോൾ ആക്കണം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ചാർട്ടിൽ ഞാൻ എന്ത് കണ്ടോ, ഇവിടെയൊക്കെ ഒഴിച്ചു വെച്ച് ഇവിടെയും ഒഴിച്ചു വെച്ചു. അതൊരു ഗെയിമിന് വേണ്ടിയിട്ടാണ്. അത് വീണ്ടും കറങ്ങി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഇത് വേഗം എടുത്തെഴുതുക കേട്ടോ. ഒരു ഫുൾ പേജിലേക്ക് എടുത്തെഴുതണം. കുരുന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, കുറെ പ്രാവശ്യം പുസ്തകം തരും. ഒരു ഫുൾ പേജ് അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ട് ഇത് ഫുള്ളായിട്ട് ആദ്യം എടുത്തെഴുതാം. അത് കഴിഞ്ഞ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഹെഡിങ് എന്ത് കൊടുക്കണം? ചാർട്ട് 1 എങ്ങനെയാണ്? കാർബൺ ഇൻക്രീസിങ് ചാർട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. കാർബൺ കൂട്ടുന്നതാണ്, മെത്ത് പ്രൊപ്പാക്കുന്നത്, മനസ്സിലായോ? അങ്ങനെ വരുന്ന രീതികളുള്ളത്. അല്ലെങ്കിൽ എന്താണ്? പ്രൊപ്പ് ബ്യൂട്ടാവും, പെന്റ് ഹെക്സ് ആവും, ആ രീതിയിൽ വരുന്ന ടൈപ്പ് ഓഫ് ചാർട്ടാണിത് കേട്ടോ. ഓർത്ത് നോക്കാം, വേഗം മെൻഷൻ ചെയ്ത് നോക്കാം.
യജ്ഞാസ് മോനെ വീഡിയോ ഓൺ ആക്കി വെക്കട്ടോ. ആത്മ വീഡിയോ ഓൺ ആക്കി വെക്കട്ടോ. ഇത് എടുത്ത് എഴുതണം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക കേട്ടോ. വൈകി വന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നമുക്ക് കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതും ചാപ്റ്റർ ടു ചാപ്റ്റർ കൺവേർഷന്റെ ട്രിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ എഴുതാൻ മാത്രമേ ടഫ് ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ വേണമെങ്കിൽ ചീത്ത പറഞ്ഞോ എങ്കിലുമൊക്കെ പ്രഷറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻസ് 10 പ്രാവശ്യം എഴുതിപ്പിച്ചാലൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഇത് ഇവിടെ തന്നെ മൂവ് ചെയ്ത് കേട്ടോ ആ ഒരു ഐഡിയ കിട്ടി തുടങ്ങണം. എങ്കിൽ മാത്രമാണ് ടഫായിട്ടുള്ള ABCD ക്വസ്റ്റ്യൻസ് ആൻഡ് കൺവേർഷൻ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. അങ്ങനെ വരും. ഗുഡ്സിന്റെ ആവശ്യം 2 പ്രാവശ്യമായിട്ട് വരാം അല്ലേ? ഒത്തിരി ലെങ്തിയാവും. അത് ഞാൻ പറഞ്ഞു പല വഴിയുണ്ട്. പക്ഷെ എന്താണ് ഷോർട്ടസ്റ്റ് ഈസ് ദ ബെസ്റ്റ്. Last one X2 ഇത് അതിൽ X2 കൂടി ഇല്ല. അല്ല അതല്ല അതിന്റെ അടിയില്ല. H2 കൊടുത്തു വേണേ. അതിലെ ഹൈഡ്രജൻ ഉണ്ടാവും വേണേ കൊടുത്തു കേട്ടോ. ഹൈഡ്രജൻ കൂടി എഴുതി വെച്ചു കേട്ടോ. H2 ഈ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. H2 കൂടി കൊടുത്തോ കുഴപ്പമില്ല. പ്രൊഡക്ഷൻ ആണ് എന്ന് കാണിക്കാൻ. HNO2 കേട്ടോ. 3 അല്ല HNO2. ഇത് HNO2 ആണ് കേട്ടോ. H2O and HNO2. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം. ഇത് SOCl2, Cl2 and UV ലൈറ്റ്, KCN കേട്ടോ. ഓർത്ത് നോക്കാം. നിക്കൽ ആൻഡ് പലേഡിയം റെഡ്യൂസിങ് ഏജന്റുകളാണ് കേട്ടോ. ഓർത്ത് നോക്കാം. നിക്കൽ ആൻഡ് പലേഡിയം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ ചാർട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ നിന്ന് ഇത് കണ്ടോ, ഈ ഒരു വഴി ഇത് കണ്ടോ, ഇങ്ങനെ വരുന്ന ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ഇങ്ങനെ വരുന്ന വഴി പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഏകദേശം നോക്കി വരാം. അങ്ങനെ നോക്കി ഏകദേശം അതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് അത് ക്ലിയർ ചെയ്യുക. അല്ലാതെ ഈ ചാർട്ട് എടുത്ത് 10 പ്രാവശ്യം വരയ്ക്കാനല്ല ഞാൻ പറയുന്നത്. ഈ ചാർട്ട് നോക്കി പതുക്കനെ ആവുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾ ഇക്വേഷൻസ് കിട്ടി തുടങ്ങാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി നിങ്ങൾ ഇത് നോക്കി തന്നെ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി അങ്ങനെ നോക്കി തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആക്ച്വലി നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. ഓക്കെ, ദെൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകളിലേക്കാണ് പോകുന്നത്. ഏതാ ഇത്? കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ എത്തി. അമ്മ ചോദിക്കുന്നത് ഇതെന്താ, അമീൻ അല്ലേ? ഇവിടെ അവര് എത്തനമീൻ കൺവേർട്ട് ടു പ്രൊപ്പനമീൻ. അപ്പൊ ഇവിടെ നിന്ന് ഇത് കണ്ടോ ഇതിലേക്ക് വന്നു. ഇതും സെയിം അല്ലേ? കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ SOCl2 കൊടുക്കും. കണ്ടോ അങ്ങനെ കറങ്ങി വരും. അപ്പൊ OH വെച്ചേക്കുന്നതിന്റെ മീനിങ് എന്താ? ആ പൊസിഷൻ ഇത് തന്നെയാണ്. കണ്ടോ OH വെച്ചേക്കുന്നത് ഏറ്റവും ലാസ്റ്റ് OH വെച്ചേക്കുന്നതിന്റെ മീനിങ് മനസ്സിലായോ? OH എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എത്തും, ഇവിടെ തന്നെ എത്തും. സെയിം ആണ് ആക്ച്വലി. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ കറക്കി ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ ആദ്യം ഇത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത് ഹാലോ ആദ്യത്തെ ചാപ്റ്റർ എന്താ? ക്ലോറോ അല്ലേ? ഹാലോ ആൽക്കീൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ, പിന്നെ അമീൻസിലെ ക്വസ്റ്റ്യൻ അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ആന്റിഹൈഡിലെ ക്വസ്റ്റ്യൻ ഇത് ടൈപ്പ് ഉണ്ട്, മനസ്സിലായി? അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കിട്ടി തുടങ്ങുള്ളൂ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ഇക്വേഷനും പഠിച്ചു, പക്ഷെ അത് അപ്ലൈ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇക്വേഷൻ കൂടുന്തോറും ഇതേപോലെ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പാട്ട് കണ്ടോ ആരൊക്കെ? ചോദിച്ചു എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പേജ് നമ്പർ 191. പേജ് നമ്പർ എടുത്തേ 191. അതിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെയാണത്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിലെ 11th ക്വസ്റ്റ്യൻ ഈഥൈൽ ക്ലോറൈഡ് ടു പ്രൊപ്പനോയിക് ആസിഡ് ഒന്ന് എഴുതിക്കോ കേട്ടോ. അപ്പോൾ ഈ ചാർട്ട് കഴിഞ്ഞിട്ടുള്ള അടുത്ത പേജ് മുതൽ ഈ ചാർട്ടിൽ വേറെ ഒന്നും എഴുതണ്ട, ആ പേജിൽ ഒന്നും എഴുതണ്ട. അടുത്ത പേജ് മുതൽ പേജ് നമ്പർ 191 എക്സസൈസ് 11 കേട്ടോ, 6.19 കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ 6.19 അതിലെ 11th ക്വസ്റ്റ്യൻ. 6.19 അതിലെ 11th ക്വസ്റ്റ്യൻ. 6.19 അതിലെ 11th ക്വസ്റ്റ്യൻ വായിച്ചേ, ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഈഥൈൽ ക്ലോറൈഡ് ടു പ്രൊപ്പനോയിക് ആസിഡ്. 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 ശ്രദ്ധിക്കുക, ഈഥൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എത്ര കാർബണാ? 2 കേട്ടോ, ഓർത്ത് നോക്കാം. ഈഥൈൽ കണ്ടോ, ഓർത്ത് നോക്കാം. ഈഥൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കും? 2 കാർബൺ, അത് കഴിഞ്ഞാൽ അതിലേക്ക് Cl കണ്ടോ, ഓർത്ത് നോക്കാം. അതെ, ഈഥൈൽ ക്ലോറൈഡ് എന്നിട്ട് H വെച്ച് ഫില്ല് ചെയ്തു അല്ലേ. CH3 CH2 കണ്ടോ, ഓർത്ത് നോക്കാം. ഹൈഡ്രജൻ വാലൻസി അനുസരിച്ച് ഈഥൈൽ ക്ലോറൈഡ് ടു അവർക്ക് വേണ്ട ഏതായിരുന്നു? പ്രൊപ്പനോയിക് ആസിഡ് കണ്ടോ, 1 കാർബൺ കൂടുന്നുണ്ടോ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിലും ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ, ഓർത്ത് നോക്കാം. ഈഥൈൽ ക്ലോറൈഡ് ടു 1 2 3 പ്രൊപ്പനോയിക് ആസിഡ്. ഇതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ ചാർട്ടിൽ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കുന്ന പോലെ ഇവിടെയാണ് ക്ലോറിൻ. ഹാലജൻ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടോ? ഈഥൈൽ ക്ലോറൈഡ്. കോയിക്ക് എന്ന് പറഞ്ഞാൽ എവിടെ എത്തണം? COH. ഇത് ഹാലോ ആൽക്കൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്. പക്ഷെ അവിടെ കണ്ടോ കാർബോക്സിലിക് ആസിഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എടുത്താലും ഇല്ലെങ്കിലും അങ്ങനെ കൺവേർഷൻ അങ്ങനെ വിടും. അതാണ് ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹാലോ ആൽക്കൈനിൽ ഇല്ല, പക്ഷെ ചോദിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് എവിടെയും വരെ വരും? ഇവിടെയും വരെ. അപ്പൊ എന്താണ് ആദ്യം ഇടേണ്ടത്? ഇതിലേക്ക് എക്സ് ആണ്. ഇവിടെ എന്ത് ഇടണം? KCl കണ്ടോ, ഓർത്ത് നോക്കാം. KCl ഇടണം. അങ്ങനെ KCl ഇടുമ്പോൾ എന്ത് വരും? CH3 CH2 എന്ത് വരും? Cn. ഇനി ഇത് COH ആക്കാൻ എന്ത് ചെയ്യണം? H2 and H+. എവിടെയുണ്ട് H2 and H+? കണ്ടോ, H2 and H+. അപ്പൊ എന്താവും? COH ആണ്. കണ്ടോ, ഓർത്ത് നോക്കാം. COH. അപ്പൊ ഇതിങ്ങനെ നോക്കി കുറെ പ്രാവശ്യം പഠിക്കുമ്പോൾ എന്ത് പറ്റും? ഒരു വഴി കൂടി തന്നെ കുറെ പ്രാവശ്യം നടന്നാൽ എന്ത് പറ്റും? ആ വഴി അല്ലെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് വരും അല്ലെ, ഓർത്ത് നോക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര അലേർട്ട് ആയിട്ടായിരിക്കില്ല, വർത്താനൊക്കെ പറഞ്ഞിട്ടായാലും നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തും അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ അതെന്താണ്? എല്ലാ ദിവസവും പോയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ എത്തണം. H2 and H+. CH3 CH2 COH കേട്ടോ. എടുത്തേക്ക് അത് ഇത് കണ്ട, ഇത് എത്ര കാർബൺ ഉണ്ട്? 2. ഇവിടെ നോക്കിയേ, 1 2 3, ഒരെണ്ണം എക്സ്ട്രാ വന്നു കേട്ടോ. ചോദിക്കണോട്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ 1 കാർബൺ കൂടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചാർട്ടിൽ അങ്ങനെ പറയുന്നത്. കാർബൺ ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങളുടെ മൈൻഡ് ഏതിലേക്ക് എത്തും? ഈ ചാർട്ടിലേക്ക് എത്തും. അതർവൈസ് നിങ്ങളുടെ അടുത്ത് പറയും ഞാൻ കാർബോക്സിലിക് ആസിഡ് ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്താണ്, സെക്കൻഡ് എന്താണ്, തേർഡ് ഇതാണ് കണ്ടോ. ഇനി അമീന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ അതാണിത്, അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. പക്ഷെ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാർട്ടിലുണ്ട് എന്നുള്ള ഇത് മൈൻഡിൽ വരും കേട്ടോ. ഓക്കെ, അങ്ങനെ ടൈപ്പ് ഓഫ് കൺവേർഷൻ നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാ ഇക്വേഷനൊക്കെ പഠിച്ചു കഴിയുമ്പോൾ കിട്ടാതെയാവും. അപ്പോഴാണ് നമുക്ക് ആ ടഫ്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ പറയുന്നത് പഠിച്ചിട്ട് കിട്ടണില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് പോകും. പക്ഷെ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ്. ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ തരും, കണ്ടന്റ് തരും വരുന്നത്. പക്ഷെ ആ കണ്ടന്റ് വെച്ചിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഞാൻ എൻ്റെ 2 പേനയും ഇതുണ്ട്, ഇത് വെച്ച് ഞാൻ നല്ല ഭംഗിയുള്ള ഒരു പിക്ചറൊക്കെ വരച്ചു. സെയിം ടൂൾ തന്നെ ഇയാൾ കൊടുക്കും, ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട്? മനുഷ്യനല്ലേ. മറ്റേന്തുകൊണ്ടാ? പ്രാക്ടീസ് ആൻഡ് ടാലന്റ് ആണ് അല്ലെ. പ്രാക്ടീസ് ആൻഡ് ടാലന്റ് അത് ഓലെയാണ് ഈ സാധനം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇത് ഇങ്ങനെ 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 ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയും. പക്ഷെ അയാൾക്ക് ചെയ്യാൻ പറ്റും. അയാൾക്ക് ഇന്നേവരെ പിക്ചർ ഇല്ലാതെയും ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരാളുടെ ഫേസ് വരക്കാനായിട്ടുള്ള കുറെ മെത്തേഡ് ഉണ്ട്. ബ്ലോക്ക് മെത്തേഡ് അറിയോ? ബ്ലോക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും, കള്ളിയായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു പിക്ചർ വരക്കാൻ പറ്റും.
അതാണ് സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുഖം ഇയാളുടെ മുഖം അതുപോലെ തന്നെ വരക്കണമെങ്കിൽ അയാൾക്ക് ടാലന്റ് ഒന്നും വേണമെന്നില്ല. ബ്ലോക്ക് മെത്തേഡ് വെച്ചിട്ട് കറക്റ്റ് ഓയിൽ പെയിന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഡിഗ്രി ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ബ്ലോക്ക് മെത്തേഡ് കേട്ടല്ലേ, ഇങ്ങനെ സ്ക്വയർ പോലെ ഇങ്ങനെ 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 വരും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഒരു എറർ പോലും ഉണ്ടാവില്ല, കറക്റ്റ് പെർഫെക്ഷൻ ആയിട്ട് വരാൻ പറ്റും. അതാണ് മെത്തേഡ് പഠിച്ചാലുള്ള ഗുണം, മനസ്സിലായി? അല്ലാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ടാലന്റ് ഇത് ചിലപ്പോൾ ഈ ചാട്ടൊന്നും ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കരുതിയിട്ട് പറയണം അയ്യോ എനിക്കൊന്നും പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും, മനസ്സിലായി? ഇപ്പോ ആർട്ട് ഞാൻ പറയും, മറ്റേതാണെങ്കിൽ നേരത്തെ എന്ന് പറയും ഞാൻ ആർട്ടിസ്റ്റ് അല്ല അത് വേണ്ട എന്ന് പറയും. പക്ഷേ ഇത് എക്സാമിന് അങ്ങനെ പറയാൻ പറ്റും? ഇല്ല, നമുക്ക് ചെയ്തേ പറ്റും. അതിനൊരു മെത്തേഡ് ഉണ്ടായിരുന്നു, അതാണിത് കേട്ടോ. ഓർത്തോക്കാം, പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ് പോണേ. അപ്പോൾ ക്ലിയർ ആയിട്ട് കേട്ടോ എഴുതി വെക്കാം. ഇത് എഴുതുക കേട്ടോ, 1 2 3 ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെക്കാം. 6.19 6.19 അതില് 7th ക്വസ്റ്റ്യൻ 6.19 അതിലെ 7th ക്വസ്റ്റ്യൻ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 7th ക്വസ്റ്റ്യൻ അമർ ഒന്ന് ഉറക്കനെ വായിച്ചേ. എത്തനോൾ ടു പ്രൊപ്പനൈട്രൈൽ അല്ലെ, എത്തനോൾ ടു പ്രൊപ്പനൈട്രൈൽ കേട്ടോ, ഓർത്ത് നോക്കാം. അമർ അതില് ആ ഇത് നോക്കുക. നൈട്രൈൽ എന്ന് പറഞ്ഞാൽ CN ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. നൈട്രൈൽ എന്ന് പറഞ്ഞാൽ CN സയനൈഡ് ആണ്. എങ്ങനെയായിരിക്കും എന്റെ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു കൊടുത്തേ അവർക്ക്, ഒന്ന് പറഞ്ഞു കൊടുത്തേ. അവിടെ വരെ എത്തണം. എത്തനോൾ, എത്തനോളിലേക്ക് ആദ്യം എന്ത് ഇടണം നോക്കാം ചാർട്ടില്. എത്തനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണ്. SOCl2 ഉണ്ടോ, ഓർത്ത് നോക്കാം. പിന്നെ എന്ത് ചെയ്യും? അതിലേക്ക് KCN ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഉണ്ടോ, ഓർത്ത് നോക്കാം. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് തോന്നല്ലേ ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത്? അപ്പോ ഒരു ചാർട്ട് ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എത്തനോൾ ടു പ്രൊപ്പനൈട്രേറ്റ്. എത്തനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ. ഇവിടെ നിന്ന് എവിടെ വരെ എത്തണം? ഇവിടെ വരെ എത്തണം അല്ലെ? വേഗം ചെയ്തേ. എത്തനോൾ, എത്തനോൾ എന്ന് പറയുമ്പോൾ ഇതാണ് എത്തനോൾ ടു പ്രൊപ്പനൈട്രൈൽ. പ്രൊപ്പനൈട്രൈൽ എന്ന് പറയുമ്പോൾ ആദ്യം എന്താ ചെയ്തേ? ഇവിടെ നമ്മള് SOCl2 കിട്ടും അല്ലെ, SOCl. അപ്പൊ എന്താ പറ്റും? ഇവിടെ Cl ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ഇടുന്നത്? KCN, CH3, CH2, Cn, CH3, CH2, Cn. ക്ലിയർ അല്ലേ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി ഇതിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് മാറ്റുന്നത്. ഈ ചാപ്റ്ററിൽ ഇനി 2 എണ്ണം കൂടി ഉണ്ട് ഇതുപോലത്തെ. ഈ ടൈപ്പ് വരുന്ന 2 എണ്ണം ഉണ്ട്. ഈ ചാപ്റ്റർ ഏതാ? ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരിൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് കുറെ നാളായിട്ട് പണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കാണാൻ പഠിക്കണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. കുറെ പേര് 10-50 പ്രാവശ്യമൊക്കെ എഴുതും. മൊത്തം കൺവേർഷൻ എഴുതി പഠിക്കും. ഫുള്ള് കിട്ടണം എന്നുള്ള ആൾക്കാർ അങ്ങനെ വന്നു. പക്ഷെ ഒട്ടും പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കണ്ടപ്പോ ഒരു ഒബ്സർവേഷൻ ചെയ്തു, എങ്ങനെയൊക്കെ നമുക്ക് ടൈപ്പ് ഇടണം. അപ്പൊ 6 ടൈപ്പ് ഓഫ് റിയാക്ഷന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഇട്ടേക്കുന്ന ഒരു മെത്തേഡാണ്. ഇതിന്റെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് അവര് നല്ല ബ്രില്യന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ തരാം, എഴുതി വെക്കാം. ബെൻസൈൽ ആൽക്കഹോൾ ടു 247 പേജ് നമ്പർ കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 247 ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്. ആ ചാപ്റ്റർ എടുത്തിട്ടില്ല നമ്മള്, പക്ഷെ അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. 247 പേജ് നമ്പർ എഴുതി വെച്ചാൽ പേജ് നമ്പർ എഴുതി വെച്ചാൽ ക്വസ്റ്റ്യൻ പറയാം. ബെൻസൈൽ ആൽക്കഹോൾ ടു ഫിനൈൽ എത്തനോയിക് ആസിഡ്. 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 Example 8.5. Example 8.5 പേജ് നമ്പർ 247. അപ്പോ കൺവേർഷൻ ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്റർ ചെയ്ത ആൾക്കാരെ വലിയ കാര്യമൊന്നുമില്ല. ആൽഡിഹൈഡും കഴിഞ്ഞ അമീൻ കഴിയുമ്പോഴാണ് ഈ ചാപ്റ്റർ രീതി മാറുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. ഈ ചാപ്റ്റർ രീതി മാറുന്നത്. അപ്പൊ കൺവേർഷൻ ഏത് ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റില്ല, മനസ്സിലായി? കുറച്ച് പഠിച്ചു കഴിയുമ്പോഴേക്ക് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്ന് കിട്ടില്ല. അവിടെ എത്തുമ്പോഴാണ് ഈ പഠിച്ച മുഴുവൻ എന്ത് ചെയ്യുന്നത് പ്രശ്നം വരുന്നത്.
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മെത്തേഡ്. അപ്പൊ ഹാലോ ആൽക്കീൻ എടുത്തു, കംഫർട്ടായി ഇരിക്കുന്നുണ്ടാവും. ആൽക്കഹോൾ എടുത്തു, പക്ഷെ അതല്ല, അമീൻസിലേക്ക് എത്തുമ്പോ ഇതിന്റെ മൊത്തം മാറും. അപ്പോ ഇവിടെ വരുമ്പോ നമ്മൾ ഏത് ക്വസ്റ്റൻ ആണെങ്കിലും ആദ്യം അത് എഴുതി നോക്കണം. ബെൻസൈൽ ആൽക്കഹോൾ, വാട്ട് യു മീൻ ബെൻസൈൽ ആൽക്കഹോൾ? അലൈലിക്, വിനൈലിക്, ബെൻസൈലിക്. ബെൻസൈലിക് എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു എ sp3 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞ സിംഗിൾ ബോണ്ട്, എന്നിട്ട് അതിലേക്ക് ഒരു ബെൻസീൻ. ഇതാണ് ബെൻസൈൽ ആൽക്കഹോൾ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 2-ഫിനൈൽ എത്തനോയിക് ആസിഡ്, അങ്ങനെയല്ലേ? 2-ഫിനൈൽ എത്തനോയിക് ആസിഡ്. എന്താണ് പാരന്റ് ചെയിൻ? എത്ത് എന്ന് പറഞ്ഞ എത്ര കാർബണാ? എത്ത് എന്ന് പറഞ്ഞ 2 കാർബൺ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് എഴുതും? എത്ത്. ഓയിക് എന്ന് പറഞ്ഞ എന്തായിരിക്കും? COH ഉണ്ടോ? നോക്കാം. ഓയിക് കേട്ടോ. എനിക്ക് ഒറ്റടിക്ക് എഴുതാൻ അറിയാത്തതുകൊണ്ടല്ല കേട്ടോ, സാധാരണ ആർക്കെങ്കിലും അറിയാത്ത ആളുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയാ എത്ത്. ഇനി നമ്പർ ചെയ്യുമ്പോ എവിടെ നമ്പർ ചെയ്യണ്ടേ? ഫസ്റ്റ് എന്താ? കാർബൺ ഉള്ള അല്ലെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതാണ് കാർബൺ ഉണ്ടാവും, ഇത് 2. ഇനി 2-ഫിനൈൽ. 2-ഫിനൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീൻ ബ്രാഞ്ച് ആകുമ്പോൾ വിളിക്കുന്ന പേരാണ് എന്താ? ഫിനൈൽ അല്ലെ? അപ്പൊ ഓർത്ത് നോക്കുക, 2-ഫിനൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ ബെൻസീൻ റിംഗ് കൊടുത്തു. 2-ഫിനൈൽ എത്തനോയിക് ആസിഡ്. ഓർത്ത് നോക്കുക, ബെൻസൈൽ ആൽക്കഹോൾ ടു 2-ഫിനൈൽ എത്തനോയിക് ആസിഡ്. ബെൻസൈൽ ആൽക്കഹോൾ ടു 2-ഫിനൈൽ എത്തനോയിക് ആസിഡ്. ഇങ്ങനെയാണ് നമുക്ക് ഈ കൺവേർഷനിലേക്ക് എത്തേണ്ടത് അല്ലെ? ഓർത്ത് നോക്കാം. എന്ത് ചെയ്യണം? ഇത് കണ്ടോ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ കൂടി. അങ്ങനെയാണെങ്കിൽ ഏത് ചാട്ടിലുണ്ടാവും? ഓർത്ത് നോക്കാം. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ഓഫ് കൺവേർഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു ചാർട്ടിൽ എൻഡ് ചെയ്യുന്ന അല്ലാത്തതെല്ലാം ഈ ചാർട്ടുകളിൽ വരും, മനസ്സിലായി? ഓർത്ത് നോക്കാം. അപ്പൊ എവിടെ നിന്ന് എത്തിയാൽ മതി? ഇവിടെ OH ഉണ്ടോ? OH ഇവിടെ വരെ എത്തണം ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരിക്കും ഫസ്റ്റ് ഇടുന്ന റിയേജന്റ് ആയിട്ട് വരുന്നത്? അവിടെ പറയാൻ ഇതിലേക്ക് എന്ത് ഇടണം? SOCl2. ഗുഡ്. ഓർത്ത് നോക്കാം. SOCl2 ഇടുമ്പോൾ അടുത്ത ആൾ പറ എന്തായി മാറും? അത് പറഞ്ഞു. ബെൻസൈൽ ക്ലോറൈഡ്. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്ത ആൾ വേഗം പറഞ്ഞു. ഇതിലേക്ക് എന്തിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താം? KCl ഇടുമ്പോ ഇവിടെ നോക്കുക, ഈ ബെൻസീൻ റിംഗിന്റെ ടോപ്പില് CH2CN ആയി മാറും. അടുത്ത H2O and H+ ഇട്ടാൽ ഇതെന്തായി മാറും അല്ലെ? 2-ഫിനൈൽ എത്തനോയിക് ആസിഡ്. 2-ഫിനൈൽ എത്തനോയിക് ആസിഡ്. കിട്ടിയ മനസ്സിലായോ? 2-ഫിനൈൽ എത്തനോയിക് ആസിഡ്. ക്ലിയർ ആണോ? ഉണ്ടോ? ഓർത്ത് നോക്കുക. ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി കണ്ടോ? ഓർത്ത് നോക്കുക. ചാപ്റ്റർ ഇപ്പൊ ഏതാ പഠിച്ചേ? കാർബോക്സിലിക് ആസിഡ് അല്ലെ? ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ഒരു ചാർട്ട്. ഓർത്ത് നോക്കാം. ദെൻ അമീൻ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഈ ചാർട്ട് പഠിക്കുന്നതിന്റെ ആവശ്യമാണ് ആദ്യം കാണിക്കുന്നത്, മനസ്സിലായി? ഇത് ഏത് ചാപ്റ്റർ നീ കൊണ്ടുപോകാൻ പോന്നെ അല്ലെ? പാലിക്കേട്ട് എടുത്തിട്ടില്ല, അമീൻ എടുത്തിട്ടില്ലല്ലോ. അമീൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. ചാർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി? ഇട്ടേക്കുന്ന ചാർട്ട് അടുത്ത ചാർട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ചാപ്റ്ററും ഉണ്ടാവും, മനസ്സിലായി? ഓർത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമിന് ഇത്ര സമയത്ത് മെയിൻ ആയിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ടഫ്നെസ് വരുന്നത്. ഏത് ചാപ്റ്ററിൽ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന ഐഡിയ വരും കേട്ടോ. അത് വരാതിരിക്കാൻ വേണ്ടിട്ടാ ഈ ചാപ്റ്റർ പേജ് നമ്പർ ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. വീട്ടിൽ പോയിട്ട് റെഫർ ചെയ്യണം. 279 പേജ് നമ്പർ. അമീൻ 279 പേജ് നമ്പർ 279. അതില 9.5 എക്സസൈസ് ആണ് കേട്ടോ. 9.5 അതിലെ തേർഡ് ക്വസ്റ്റ്യൻ, മെത്തനോൾ ടു എത്തനോയിക് ആസിഡ്. എഴുതി വെച്ചേ, എല്ലാവരും എഴുതി വെച്ചേ. മെത്തനോൾ ടു എത്തനോയിക് ആസിഡ്. മെത്തനോൾ ടു എത്തനോയിക് ആസിഡ്. മെത്തനോൾ ടു എത്തനോയിക് ആസിഡ്. മെത്തനോൾ ടു എത്തനോയിക് ആസിഡ്. ഏതാ മോനെ? ഒറ്റയടിക്ക് ഇതിലേക്ക് എത്താൻ പറ്റുമെന്നാണോ? ഒറ്റ സ്റ്റെപ്പില് പറ്റുള്ളൂ. ഇങ്ങനെ തന്നെ വരാൻ പറ്റുള്ളൂ. ഏതാ? അങ്ങനെ ഇടാൻ പറ്റില്ല.
ഒരുമിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ, എന്തുകൊണ്ടാ ഇത് ഒറ്റയടിക്ക് നമുക്ക് എഴുതാൻ പറ്റുമോ? ചിലത് നമുക്ക് ഇന്റർമീഡിയറ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് എത്തില്ല. ഒറ്റയടിക്ക് വരുമ്പോൾ ചെറിയതായിട്ട് മാറും. അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. വീട്ടിൽ നിങ്ങളൊരു ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഓരോന്നും സ്റ്റെപ്പായിട്ട് ഇടുള്ളൂ. സ്റ്റെപ്പായിട്ട് ഇടുള്ളൂ. ഇപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് കുറെ വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് കൂടി ചൂടാക്കി കഴിഞ്ഞിട്ട് പിന്നെ പരത്താന്ന് വെച്ചാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്റ്റെപ്പ് ഉണ്ട്. അതുപോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇടുമ്പോൾ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ലാസ്റ്റ് താളിച്ചിട്ട് എന്തൊക്കെയാണ് ഇടണ്ടേ, അതിന് വരെ ആദ്യം അത് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആവും. ഇല്ല. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതുപോലെ ഇതിനൊരു ഓർഡർ ഉണ്ട് വരുന്നത്. പക്ഷെ ചിലത് നമുക്ക് ഒറ്റയടിക്കൊക്കെ വരും കേട്ടോ. നോക്കാം ചിലത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. ചിലതിൽ നമുക്ക് 1 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തരും. അത് ആൽഡിഹൈഡ് കീറ്റോണിൽ മാത്രമേ കിടക്കുന്നുള്ളൂ. 1 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യണം കൺവേർഷൻ. 2 സ്റ്റെപ്പിൽ എന്ന് പറയുന്നിട്ട് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ. അത് ആ ചാപ്റ്ററിൽ തന്നെ എൻഡ് ചെയ്യുന്നതാണ് ഓൾവേസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്താണ് 4 ചാപ്റ്റർ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ക്വസ്റ്റൻ ഇപ്പൊ എന്തായിരുന്നു? എത്തനോൾ ടു എത്തനോയിക് ആസിഡ് അല്ലേ? പുറത്തു നോക്കാം. നേരത്തെ ഇവിടെ വരെയല്ലേ സ്റ്റോപ്പ് ചെയ്തേ നിങ്ങൾ കേട്ടോ. പറഞ്ഞു എന്ത് ചെയ്യണം? CH3OH ലേക്ക് SOCl2 ആഡ് ചെയ്യണം അല്ലേ? പുറത്തു നോക്കാം. CH3OH കേട്ടോ. ഇത് കഴിയുമ്പോൾ ഞാനിപ്പോ കുറെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. എത്ര ക്വസ്റ്റ്യൻസ് വേണം? എത്ര എണ്ണം വേണം? എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കണം? 10 or 20? 10. ഇയാൾ പറയുന്നു 10 ക്വസ്റ്റ്യൻസ് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനും പറഞ്ഞുതരാനും തരാം കേട്ടോ. എത്തനോൾ ടു മെത്തനോയിക് ആസിഡ്. മെത്തനോൾ ടു എത്തനോയിക് ആസിഡ് ഇത് കണ്ടോ. ഇതിലേക്ക് SOCl2 ആഡ് ചെയ്യാം. അപ്പോൾ CH3Cl ആയി കണ്ടോ. അടുത്ത ആള് KCN ആഡ് ചെയ്യണം. ഓക്കെ, KCN ആഡ് ചെയ്യുന്നു. CH3CN. ഇനി എന്ത് ചെയ്യണം? H2 and H plus ആഡ് ചെയ്യും. അപ്പോൾ CH3COOH. എളുപ്പമല്ലേ? ഇത് ഏത് ചാപ്റ്ററാ? അമീൻ അല്ലേ? അമീൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൽ വല്ല അമീൻ ഉണ്ടോ? പിന്നെ ഇതിന് അവിടെ ചോദിച്ചു, അവിടെ എല്ലാം ചോദിക്കും. മനസ്സിലായി? ആ ചാപ്റ്റർ എത്തി കഴിഞ്ഞാൽ പിന്നെ 11th എല്ലാ ക്വസ്റ്റനും തുടങ്ങും. കാരണം എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ചാപ്റ്ററാണ് അത്. മീൻസ് ബാക്കിലെ ക്വസ്റ്റൻസും ഒക്കെ വരും കേട്ടോ. നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ തന്നെയാണ് വരുന്നത്. എത്തനോയിക് ആസിഡ് ടു പ്രൊപ്പനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് ടു പ്രൊപ്പനോയിക് ആസിഡ് കൺവേർഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. 9.5 5th ക്വസ്റ്റ്യൻ. 9.5 അതിലെ 5th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ നോട്ട് ചെയ്ത് നോക്കണോട്ടെ. ഞാൻ ചോദിക്കും. നിങ്ങൾക്ക് അറിയണം നിങ്ങൾ എവിടെന്ന് പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു, ഫാസ്റ്റ് ഇയർ ആണോ, ടെക്സ്റ്റ് ബുക്ക് ആണോ, ഐഡന്റിഫൈ ചെയ്യണം. സെയിം പേജ് കേട്ടോ. പേജ് നമ്പർ ആദ്യം പറയുന്നതിന് വേണ്ടി കേട്ടോ. ഓർത്ത് നോക്കാം. എത്തനോയിക് ആസിഡ് ഇൻറ്റു പ്രൊപ്പനോയിക് ആസിഡ്. ഇവിടെ 1 കാർബൺ കൂടുതലല്ലേ? എത്ത് ടു പ്രൊപ്പല്ലേ അല്ലേ? അപ്പോ എന്ത് ചെയ്യും? എത്തനോയിക് ആസിഡ് ടു പ്രൊപ്പനോയിക് ആസിഡ്. ഇതെത്തുമ്പോ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. എത്തനോയിക് ആസിഡ് ടു പ്രൊപ്പനോയിക് ആസിഡ്. COH എവിടെ വരുന്നത്? ഈ ഇതില് ഇതാണ് COH അല്ലേ? ഇതല്ലേ ഇവിടെ? ഇത് താഴേക്കാണ് ആരോ എപ്പോഴെങ്കിലും മുകളിലേക്ക് ബാക്കിലേക്ക് ആരോ ഉണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താ? 1 വേ ആണ് ആക്ച്വലി വരുന്നത് അല്ലേ? അപ്പോൾ ഓർത്ത് നോക്കാം. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തിരിച്ച് ഈ ബാക്കിലുള്ള കടയിലെത്തണം. ഞാൻ എന്ത് ചെയ്യും? വണ്ടി റോങ് സൈഡിൽ കൂടി എടുക്കാം അല്ലേ? ഓർത്ത് നോക്കാം. അല്ലാതെ റോങ് സൈഡിലൂടെ പോലീസുകാരൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ എടുക്കില്ല. എങ്ങനെ എടുക്കും? ഇവിടെ നിന്ന് പോയിട്ട് യൂട്ടേൺ അടിച്ച് തിരിച്ച് അല്ലെ? തൊട്ട് ബാക്കിലാണ്. അതുപോലെ ഇയാൾ ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. താഴേക്ക് എടുത്തു ആൽക്കഹോളായ പിന്നെ എന്താ? ഏത് പൊസിഷൻ? ഈ ജംഗ്ഷനിൽ എത്തിയ പോലെ കണ്ടോ. നോക്കാം. നമ്മുടെ ഈ ഗെയിം ഇവിടെ എല്ലായിടത്തും OH ഫിറ്റ് ചെയ്യുന്നത് എന്താ? ഇത് ഇവിടെ OH എത്തിക്കഴിഞ്ഞാൽ ഈ OH സെയിം ആണ്. മനസ്സിലായി? ഈ OH VH ഡിഫറെന്റ് അല്ല. ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ടുള്ളൂ. ROH എന്ന് പറഞ്ഞൊരു R എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ എത്തിയ പിന്നെ എന്താ? SOCl2. വീണ്ടും എന്ത് ചെയ്യും? RX. അത് കഴിഞ്ഞ് KCN. അത് കഴിഞ്ഞ് ഇവിടെ എത്തും. അപ്പൊ ഒരെണ്ണം കൂടി ഉണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ച് ഈ ഇത് കണ്ടോ? ഇത് കൂടി വന്നാൽ മാത്രമേ ഒരു കാർബൺ കൂടുകയുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് താഴേക്ക് എടുക്കും, എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടേക്ക് വരും കേട്ടോ. ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞു എന്ത് ചെയ്യണം? ആദ്യം ഇത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ വായിച്ച എത്തനോയിക് ആസിഡ് ടു
പ്രൊപ്പനോയിക് ആസിഡ്. എത്തനോയിക്, എന്ന് പറഞ്ഞ എത്ര കാർബണാ? എത്ത്, 2 കാർബൺ. ഓയിക്, COOH. എത്തനോയിക് ആസിഡ് ടു പ്രൊപ്പനോയിക് ആസിഡ് അല്ലേ? ഓർത്ത് നോക്കാം, എത്തനോയിക് ആസിഡ് ആണ്. ഇനി എന്ത് ചെയ്യും താൻ? ഇതിലേക്ക് എന്താ ചെയ്യണം? ആ പറഞ്ഞു കേട്ടില്ല. H2 ആൻഡ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് കണ്ടോ? ഓർത്ത് നോക്കാം. ഇനി എന്ത് ചെയ്യും? പറഞ്ഞു. അപ്പൊ എന്ത് പറ്റും? കണ്ടോ, RCH2OH എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ R എന്ന് പറയുമ്പോൾ നോക്കണ്ട, ഇവിടെ എന്തുണ്ട്? CH3 കണ്ടോ, CH2. ഈ കാർബൺ എടുത്ത് കളയാൻ പാടില്ല, മനസ്സിലായി? CH3 CH2OH. എന്തുകൊണ്ടാണ് റിഡക്ഷൻ? വാട്ട് യു മീൻ റിഡക്ഷൻ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ റിമൂവൽ ഓഫ് ഓക്സിജൻ. ഇവിടെ ഓക്സിജനെ മാറ്റിയിട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? CH3 CH2OH കണ്ടോ? എന്തിനാണ് അങ്ങനെ എഴുതിയത്? റിഡക്ഷൻ. ഇത് കണ്ടോ, ലിഥിയം ഇത് കണ്ടോ, ഇവിടെ കണ്ടോ H2 ആൻഡ് നിക്കൽ പലേഡിയം. ഇത് കണ്ടോ റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാം അല്ലെ, ഹൈഡ്രജൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ വെറുതെ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. അപ്പൊ നോക്കണം ആ കോമ്പൗണ്ടിനെ വെച്ചിട്ട് കണ്ടോ? ഓർത്ത് നോക്കാം, മെത്തേഡ് മനസ്സിലാക്കണം. ഓക്കെ, CH3 CH2OH ആയി. ഓക്കെ, ഇയാൾ പറഞ്ഞു, അവിടെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ വരെ എത്തി, നമുക്ക് ഇവിടെ വരെയാണ്, ഇതാണ് വഴി. അവിടെ തിരിച്ചെത്തണ്ടേ? യൂട്ടേൺ അടിച്ചു എത്തണ്ടേ? കണ്ടോ? ഓർത്ത് നോക്കാം. എന്ത് ചെയ്യും? SOCl2. അപ്പൊ എന്ത് വരും? പറഞ്ഞു, CH3 CH2Cl ആയി. നെക്സ്റ്റ് ഇവിടെ കഴിഞ്ഞു അല്ലേ? ഓർത്ത് നോക്കാം. എന്ത് ചെയ്യും? KCN ആഡ് ചെയ്യുന്നു. KCN എന്ത് ചെയ്യും? CH3 CH2Cl. then എന്ത് ചെയ്യും? H2 and H+. H2 and H+. ദേ ഇവിടെ നോക്കുക കേട്ടോ. H2O and H+. എന്ത് വരും? CH3 CH2COOH. CH3 CH2COOH. ആണോ? ഓർത്ത് നോക്കാം. ക്ലിയർ അല്ലേ? കേട്ടോ? ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ്. അപ്പോ ഇവിടെ നിന്ന് തുടങ്ങി കണ്ടോ, ഈ ഒരു പൊസിഷൻ ഇത് തുടങ്ങി ഇത് വരും. ഇതിൽ തന്നെ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും? ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിക്കൂടെ? ഇവിടെ എത്തിക്കൂടെ? അങ്ങനെ 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 പല പല വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്നത് ഈ ചാർട്ട് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ബാക്കി ഒരുത്തരും കിട്ടില്ല. ആ ലെവലാക്കാം എന്ന് പറഞ്ഞ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ടഫ് ലെവൽ പല രീതിയിൽ കൂട്ടാൻ പറ്റും. നേരത്തെ ഇവിടെ പറഞ്ഞു അല്ലേ, 2 പ്രാവശ്യം വരാന്നൊക്കെ പറഞ്ഞു, 2 പ്രാവശ്യം ഒക്കെ കറക്കാൻ നോക്കുമല്ലോ. അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ എത്തി കഴിയുമ്പോഴാണ് നമുക്ക് ഗുണം കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗൈഡൊക്കെ എടുത്ത് കഴിയുമ്പോൾ പേടിച്ചു ഇത് പെട്ടെന്ന് വരുന്നു കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കാണാം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, ഇനി റൂട്ട്സും കൂടി ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റിന്റെ വൈബ്രന്റ് രീതിയൊക്കെ മാറും. ഇതിൽ തന്നെ ഗ്രീനാർ റീജൻ കൂടി ഫിറ്റ് ചെയ്താൽ വേറെ ഇതിലേക്ക് മാറും, ഭയങ്കര ടഫിലേക്ക് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇതിൽ കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. എന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ കുറെ ഇക്വേഷൻസും ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻസും പാസ്റ്റ് ഇയർ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഈ ടഫ്നെസ്സിൽ നമുക്ക് ക്ലിയർ ആയത് തന്നെ. ശ്രദ്ധിക്കുക, ഒരെണ്ണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ ബാക്കിയുള്ളത് പഠിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ വെപ്പൺ എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പൊ ഈ റൂമിൽ ഇരിക്കുന്നത് കുറച്ച് ഇക്വേഷൻ ആണെങ്കിലും അത് വെച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതിനുപോലെ ഈ റൂം നിറച്ചും വെപ്പനാണ്. നിങ്ങൾ പഠിച്ചു വെച്ചിരുന്ന കണ്ടമാൻ ഇക്വേഷൻസ് ഒരെണ്ണം എടുക്കാൻ പറയുമ്പോൾ ഒരെണ്ണം എടുക്കുമ്പോൾ തന്നെ അതൊക്കെ തലയിലൊക്കെ വീണ് കൂടി വരുന്നു. പിന്നെ അതിലൊത്തോട്ട് കയറാൻ തന്നെ പേടിയായി. മനസ്സിലായി? അതുപോലെയോ അത് ചെയ്യരുത്. കുറച്ച് പഠിക്കാം, ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ അങ്ങനെ കയറ്റി ലെവല് വരിക കേട്ടോ. ഗെയിമിലൊക്കെ കളിക്കാറില്ല, ഗെയിമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? ഗെയിം ഫസ്റ്റ് ലെവൽ വേണ്ട, എനിക്ക് ലാസ്റ്റ് ലെവൽ വേണം, അങ്ങനെ പറഞ്ഞാൽ നടക്കും. എന്നിട്ട് ലാസ്റ്റ് ലെവൽ മാത്രം അങ്ങനെയല്ല അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ഓർത്ത് നോക്കാം. നമ്മളൊരു ലെവൽ അതുപോലെ പതുക്കനെ കയറ്റി വരാനാണ് ചെയ്യണേ കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നില്ലേ? നിസ്സാരം അല്ലേ? അതുപോലെ തുടങ്ങാം. അപ്പൊ ഇതിന്റെ ഒരു ടഫ്നെസ് കയറ്റണം അല്ലേ? ഓക്കെ, അപ്പോ ഇതിന് അടുത്ത ക്വസ്റ്റ്യൻസ് തനിയെ ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം, ഞാൻ എഴുതുന്നില്ല. നെക്സ്റ്റ് വേഗം എഴുതി വെച്ചേ. മെത്തനമീൻ ടു എത്തനമീൻ. ക്വസ്റ്റ്യൻ നമ്പർ 9.5 6th ക്വസ്റ്റ്യൻ കേട്ടോ. ഓർത്ത് നോക്കാം, 9.5 കണ്ടോ, അമീൻ ആണ്, നമ്മൾ എടുത്തിട്ടില്ല. പക്ഷേ ഇത് ഈ ചാർട്ട് വെച്ചിട്ട് 9.5 അതില 6th ക്വസ്റ്റ്യൻ. മെത്തനമീൻ ഇൻറ്റു എത്തനമീൻ. മെത്തനമീൻ ടു എത്തനമീൻ.
അങ്ങനെ ചെയ്യും. മെത്തനമീൻ ടു എത്തനമീൻ. എഗ്നാഷ് ആണ് നമുക്ക് പറഞ്ഞുതരാൻ പോണേ കേട്ടോ. നിങ്ങൾ എല്ലാവരും എഴുതി കഴിയാം. അത് കഴിഞ്ഞിട്ട് എഗ്നാഷ് അത് കറക്റ്റ് ആയിട്ട് പറയും കേട്ടോ. അങ്ങനെ ഓൺലൈനിൽ റെഡി ആയിട്ട് നോക്കണം കേട്ടോ. ഉറക്കനെ പറയണം കേട്ടോ. അവർ കേൾക്കട്ടെ കേട്ടോ. ഓർത്ത് നോക്കാം. ആത്മാ ഇത് മാറിയോ? അസുഖമൊക്കെ ഹോസ്പിറ്റലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇല്ല. ഓക്കെ, ഫസ്റ്റ് എടുക്കട്ടോ. എനിക്കും ചെറിയതായിട്ട് അറിയായിരുന്നു. റൂട്ട് നോക്ക്. അമീൻ ഇതാണ് കണ്ടോ. ഇവിടെ നിന്ന് ഇവിടെ തന്നെ എത്തണം. ഇവിടെ കാർബൺ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ചൊരു കാർബൺ കൂടുന്നു എന്നുള്ളതിന് മീനിങ് ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അമീൻ എന്നുള്ള വേർഡ് ഓർത്ത് നോക്കാം നിങ്ങൾ. ഇനി ഒരു കാർബൺ കൂടണമെങ്കിൽ ഏത് ഏരിയയിലേക്ക് വരണം? കണ്ടോ, താഴേക്ക് പോയിട്ട് കറങ്ങി ഇവിടെ വരണം. ചില ആൾക്കാർ പറയും സാർ CH2 ഉണ്ടല്ലോ, അതൊരു കണ്ടോ ഇവിടെ തിരിഞ്ഞു വന്നിട്ടാണ്. അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അമീൻ അമീൻ ആണെങ്കിൽ ഇവിടെ പ്രൊപ്പനമീൻ, പെന്റനമീൻ, ഹെക്സനമീൻ, എന്തമീൻ ആയാലും ആ അമീൻ വരക്കാം. എന്നിട്ട് താഴേക്ക് പോയിട്ട് ഒരെണ്ണം കൂടണമെങ്കിൽ ദേ ഇവിടെ തന്നെ തിരിച്ചെത്തണം. അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. മോനെ എഗ്നാഷ് മര്യാദ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഉറക്കനെ പറയണോ കേട്ടോ. HNO2 ആണ് കേട്ടോ മോനെ. HNO2 ആണ്. പെട്ടെന്ന് ഇത് കാണും. ഓക്കെ. പോയിച്ചു വരും. ഓക്കെ, റൈറ്റ് ആണ്. ദെൻ ഓക്കെ. ദെൻ H2 and H+. ഓക്കെ അല്ലേ? പുറത്ത് നോക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? H2 അല്ല, H2 ആൻഡ് നിക്കൽ പലേഡിയം. ഓക്കെ കേട്ടോ. H2 ആൻഡ് നിക്കൽ പലേഡിയം പുറത്തേക്ക് പോകുന്നു അല്ലേ? പുറത്ത് നോക്കാം. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് മനസ്സിലായി തോന്നാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചാർട്ടാണെന്ന് പോലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് അവർ മാറ്റി പിടിക്കും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കേട്ടോ. ഓർത്ത് നോക്കുക. ഇതൊക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പല പല സ്ഥലത്ത് അതിന്റെ ഒരു എന്താ പറയാ ആയത്തൊക്കെ എളുപ്പമുള്ളത് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ കയറ്റി വരാം കേട്ടോ. ഓർത്ത് നോക്കാം. അതിന്റെ പാട്ടാണ്. ടെക്സ്റ്റ് ബുക്കിലൊക്കെ തന്നെ പേജ് നമ്പർ 265 ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. 265 അമീനാണ് കേട്ടോ. ചാപ്റ്റർ അമീൻ തന്നെയാണ്. 265. നമ്മൾ ഈ ചാപ്റ്റർ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഈ ചാർട്ട് മെത്തേഡ് വെച്ചിട്ട് ഏറ്റവും ടഫ് ഉള്ളത് പാരലായിട്ട് ഇങ്ങനെ പഠിക്കും. മനസ്സിലായി? ഇപ്പൊ ഇത് കാണുന്ന പോലെയല്ല. ഇത് നന്നായിട്ട് മൈൻഡിൽ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ രസമാണ്. ആക്ച്വലി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ കേട്ടോ. ഓർത്ത് നോക്കാം. 6 ഉള്ളൂ. 6 പതുക്കനെ സമയമൊക്കെ ഉണ്ട്. ഓർത്ത് നോക്കാം. അപ്പൊ പതുക്കനെ ചെയ്ത് നോക്കി പഠിക്കണം. എന്നിട്ട് ഈ 6 ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുത്തരം പറയാൻ പറ്റാത്ത ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ഒന്ന് 16 പഠിച്ചാൽ മനസ്സിലായി? ഓർത്ത് നോക്കാം. കോമ്പിനേഷൻ അതൊന്നും അല്ല, കണ്ടവാനുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ പതുക്കനെ പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ആ ക്വസ്റ്റ്യൻ ഇതാണ്. 1,4 ഡൈക്ലോറോബ്യൂട്ടൈൻ. 1,4 ഡൈക്ലോറോബ്യൂട്ടൈൻ. 1,4 dichlorobutane convert to hexane 1,6 diamine. 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 AMINE കേട്ടോ. അമീൻ. ഓക്കെ ആണോ അഗ്നാഷ്?
ഏതാ? ഡയമീൻ കേട്ടോ. അത് ചോദിച്ചോ. അതിനു മുമ്പ് പറയാം കേട്ടോ. 1,4 ഡൈക്ലോറോ 1,4 ഡൈക്ലോറോബ്യൂട്ടൈൻ 1,4 ഡൈക്ലോറോബ്യൂട്ടൈൻ convert to hexane 1,6 diamine. നിങ്ങൾക്ക് ഈ ചാർട്ട് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. കാരണം എന്താ, നേരെ വരുന്ന ഈ ക്വസ്റ്റിന്റെ സൊല്യൂഷൻ എന്തായാലും ഇതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രെയിൻ അവിടെ കംഫർട്ട് സോണിലേക്ക് നിർത്തുകയാണ്. അങ്ങനെ കംഫർട്ട് സോൺ കഴിഞ്ഞിട്ട് മാത്രമാണ് ഇതിലേക്ക് നോക്കുന്നത്. ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടി അല്ലെ? വെരി ഗുഡ്, കിട്ടി അല്ലെ? മെത്തേഡ് മനസ്സിലായി. അപ്പോ ഇവിടെ നോക്കാം, ബ്യൂട്ടാണ് ആക്ച്വലി. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 4 കാർബൺ അല്ലെ? 4 കാർബണില് 1 എന്തുണ്ട്? ക്ലോറിൻ. ഇവിടെ Cl, ഇവിടെയും എന്തുണ്ട്? Cl അല്ലെ? 1 2 3 4 1ലും 4ലും ക്ലോറിൻ കൊടുത്തു. ഇനി H വെച്ച് ഫില്ല് ചെയ്യും അല്ലെ? കാർബണിന്റെ വാലൻസി 4 ആയതുകൊണ്ട് CH2 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 CH2. ഈ H ഒക്കെ ചേർക്കണതിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ. പുറത്ത് നോക്കാം. നിങ്ങൾക്ക് ഓക്കെ ആണോ? കാർബണിന്റെ വാലൻസി 4 ആണ്. അപ്പോൾ 1 2 ബോണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഹൈഡ്രജൻ ആണ്. ഓക്കെ അല്ലേ? പുറത്ത് നോക്കാം. ക്ലിയർ ആണ്? ദെൻ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി എന്തിലേക്കാ പോകേണ്ട? അടുത്തത് അമീനിലേക്ക് അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അതല്ല, ലാസ്റ്റത്തെ കോമ്പൗണ്ട് എഴുതിയിട്ട്. ലാസ്റ്റ് എന്തായിരുന്നു? എക്സ് എന്ന് പറയുമ്പോൾ ഉറപ്പാണോ? കണ്ടോ, 6 എക്സ് അല്ലേ? എക്സ്. ഇനി എന്ത് ചെയ്യണം? ഹെക്സൻ അമീൻ. അമീൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കൊടുക്കുന്നത്? NH2. ഉറപ്പല്ലേ? NH2 കൊടുക്കും. ഇവിടെയും NH2, ഇവിടെയും NH2. 1ലും 6ലും അല്ലേ? H. അപ്പോ കൺവേർഷൻ ആദ്യത്തെ റൂള് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും റെസ്പെക്റ്റോട് കൂടി ഫസ്റ്റും ലാസ്റ്റും എഴുതി തിങ്ക് ചെയ്യണം കേട്ടോ. ഓർത്ത് വെക്കാം. ഒരിക്കലും നമ്മൾ എഴുതാതെ അതങ്ങനെ അറിയും അങ്ങനെ ആലോചിക്കരുത്. പതുക്കെ ഇതുപോലെ എഴുതി, രണ്ടും എഴുതി, അത് കഴിഞ്ഞിട്ട് ഏതെല്ലാം പോസിബിലിറ്റി ഉണ്ടെന്ന് ബ്രെയിനിൽ തിങ്ക് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ വന്ന സമയത്ത് ഇതിൽ നിന്ന് ഇതിലേക്കാണ് ആക്ച്വലി വന്നേക്കുന്നത്. അപ്പോ ഇവിടെ നോക്കി കഴിയാം, ഇവിടെയും Cl ഉണ്ട്, ഇവിടെയും Cl ഉണ്ട് അല്ലെ? ഓർത്ത് നോക്കാം. KCl കൊടുത്ത് ഈ രണ്ട് സ്ഥലത്തും ഒരുമിച്ച് മാറും. KCl കുറെ ഉണ്ടാവുമല്ലോ എക്സസ് ആയിട്ട്. അപ്പൊ എന്തോരും ഇതിലേക്ക് KCN ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്തോരും CH2 എത്ര എണ്ണം ഉണ്ട്? 4 ടൈം ഉണ്ടോ? ഈ ക്ലോറിൻ മാറ്റിയിട്ട് അവിടെ നിന്ന് ചെയ്യാം. CN ആണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. CH2 എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പൊ ഇങ്ങനെ എഴുതാം, CH2 4 ടൈം കേട്ടോ. ഇല്ല, അങ്ങനെ വേണ്ട. KCN എന്ന് കൊടുത്താൽ എന്തുകൊണ്ടാ? ഇടുന്ന എല്ലാം എക്സസ് എന്നാണ് മീനിങ്. SOCl2 ഇടുന്നു, അതൊക്കെ എക്സസ് ആണ് ആക്ച്വലി. അതുകൊണ്ട് KCl2 എന്ന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എക്സസ് ആണ് ആക്ച്വലി CN. ഇനി CN ന്ന് നമുക്ക് NH2ലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം? സൈനൈഡ് ഇത് CN എന്തായിരിക്കും? അല്ല, ഇവിടെ KCN അല്ലേ? ഈ KCN ഇട്ടപ്പോ ഇവിടെയും CN ഉണ്ട്, ഇവിടെയും CN ഉണ്ട്. ഇപ്പൊ രണ്ട് കാർബൺ ആയില്ലേ? ഉണ്ടോ? ഇപ്പൊ എത്ര കാർബൺ ആയി? ഇവിടെ 4 + 1 5 5 + 1 6. എന്തുകൊണ്ടത്? 2 ക്ലോറിൻ ഉണ്ട്. അപ്പോ ഐഡിയ മനസ്സിലായോ? അതുകൊണ്ടാണ്. അപ്പോ 2 ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ കൂടും ഉണ്ടോ? ഒരേ സമയത്ത് തന്നെ ഒറ്റയടിക്ക് കൂട്ടാൻ പറ്റി ഉണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ എന്ത് പറ്റി? ഇത് കൂടി ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇനി എന്ത് ചെയ്യണം? H2 ആൻഡ് പലയിടയും ഉണ്ടോ? ഓർത്ത് നോക്കാം. H2 ആൻഡ് PD. ഇങ്ങനെ കൊടുക്കുമ്പോൾ H2 കുറെ ഉണ്ട്. അപ്പൊ അതേ ഈ സിയുടെ അടുത്ത് CH2, ഈ N-ന്റെ അടുത്ത് NH2 ഉണ്ടോ? ഓർത്ത് നോക്കാം. CH2 NH2. ഇനി ഇവിടെ ചെല്ലും സിയുടെ അടുത്ത് H, അപ്പൊ CH2. ഈ N-ന്റെ അടുത്ത് H ചെല്ലും H2. അപ്പൊ കുറെ ഉണ്ട് അല്ലേ? ഓർത്ത് നോക്കാം. ശരിക്കും ഇപ്പൊ ഇവിടെ തന്നെ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം യൂസ് ചെയ്യണം ഹൈഡ്രജൻ. ഇവിടെ 2 ഹൈഡ്രജൻ വേണ്ടേ? N-ന് 2 ഹൈഡ്രജൻ വേണ്ടേ? അപ്പൊ എത്രയായി? 4 ആയി. അപ്പുറത്തും വേണ്ടേ? ഉണ്ടോ? അപ്പൊ അതൊക്കെയാണ് എക്സസ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ടിലേക്ക് കേട്ടോ. എടുത്ത്
ഏതാ? ടോയ്സ് എന്ന് എഴുതാൻ പാടില്ല, കാരണം രണ്ട് അറ്റത്തല്ലേ, രണ്ട് പൊസിഷനല്ലേ. ഇത് ഏത് പൊസിഷനാ? ഫസ്റ്റ്. ഇതെന്താ? സെക്കൻഡ്. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ പോലും ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. കണ്ടോ? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. CN ടോയ്സ് എന്ന് എഴുതുകയാണെങ്കിൽ ഒരു കാർബൺ, ഒരു കാർബണിൽ തന്നെ രണ്ടാണ്. കണ്ടോ? എഴുതിയോ? അപ്പോ ഫസ്റ്റ് ഞാൻ ചെയ്തത്, നിങ്ങൾ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാർട്ടിന്റെ റിലവൻസ് അല്ലെങ്കിൽ ഇത് കണ്ടെത്തുന്ന ഐഡിയാസ് ആണ് ആക്ച്വലി വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഹോംവർക്ക് ആണ് ആക്ച്വലി. ഓർത്തുക എത്ര വേണമെന്ന് പറഞ്ഞേടാ? 10. ഓർത്തുക. അപ്പോ 10 ക്വസ്റ്റ്യൻസ് വരും. അത് വീട്ടിൽ പോയിട്ട് എളുപ്പമായിട്ട് ഇങ്ങനെ 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 പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈഥേൻ കൺവേർട്ട് ടു, ഹോംവർക്ക് ആണ് കേട്ടോ. ഈഥേൻ കൺവേർട്ട് ടു ചാർട്ട് ബേസ്. ഈ ചാർട്ട് മാത്രമാണ്, ഇത് പഠിക്കാൻ വേണ്ടിട്ടാ. ഈഥേൻ കൺവേർട്ട് ടു പ്രൊപ്പനോയിക് ആസിഡ്. ഈഥേൻ കൺവേർട്ട് ടു പ്രൊപ്പനോയിക് ആസിഡ്. ഈഥേൻ കൺവേർട്ട് ടു പ്രൊപ്പനോയിക് ആസിഡ്. സെക്കൻഡ്. Propanamine convert to propanamine convert to butanoic acid. Butanoic acid. Propanamine convert to butanoic acid. Bromopropane convert to butanoic acid. എല്ലാം 1 കാർബൺ ഇൻക്രീസിംഗ് തന്നെയല്ലേ? നോക്കിയേ. അല്ല, bromopropane convert to butanoic acid. Butanoic acid. Bromopropane convert to butanoic acid. The next. Chloroethane convert to pentan nitride. Chloroethane convert to pentan nitride. നൈട്രൈൽ എന്ന് പറയുന്നത് CN, സയനൈഡ് ഇല്ലേ, അതിന്റെ യൂപാക് നെയിം ആണ് കേട്ടോ. പെൻഡൻ നൈട്രൈഡ്. എത്ര പ്രശ്നമായി? 4. ഓക്കെ. നെക്സ്റ്റ്. ടു ഫിനൈൽ ethanol convert to 3-phenyl propanamine. 3-phenyl propanamine. The next question. Ethene convert to ethene ആണ് കേട്ടോ. Ethene convert to bute 1,4 bute 1,4 dioic acid. Bute 1,4 dioic acid.
dioic acid. The next glycol. Glycol എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഈഥെയ്ൻ 1,2 ഡയോൾ. ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് കോമൺ നെയിം ആണ്. അവിടെ എഴുതുക ഈഥെയ്ൻ 1,2 ഡയോൾ. ഈഥെയ്ൻ 1,2 ഡയോൾ. ഓൾ എന്ന് പറഞ്ഞാൽ എന്താ? OH. ഇപ്പൊ 2 കാർബൺ 2 സ്ഥലത്തും OH ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓർത്ത് നോക്കാം. ഐഡിയ ഉണ്ടല്ലോ. ഓക്കെ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതി വെക്കുക ഗ്ലൈക്കോൾ. ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈഥെയ്ൻ 1,2 ഡയോൾ കൺവേർട്ട് ടു butane 1,4 diamine. Butane 1,4 diamine. Butane 1,4 diamine. Okay. ഇപ്പൊ എത്ര പ്രശ്നമായി? 7. 8 ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള തരാം. ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു കൺവേർഷനിലേക്ക് വരുന്നു. ഈ 3 ക്വസ്റ്റ്യൻസ് അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിലേക്ക് നിങ്ങൾ പഠിക്കുന്ന എല്ലാവരും കയറി വരുന്നതാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ആൽക്കഹോളില്ലേ, ഈ ആൽക്കഹോളിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ വഴിയുണ്ട്? ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തതല്ലേ നിങ്ങൾക്ക്? ആ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പഠിച്ചേക്കുന്നതാണ് ആൽക്കീൻ ടു ആൽക്കഹോൾ. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ആൽഡിഹൈഡ് ടു ആൽക്കഹോൾ. പിന്നെന്തായിരുന്നു ആക്ച്വലി? അല്ലെ, കാർബോക്സിലിക് ആസിഡ് ടു ആൽക്കഹോൾ, കീറ്റോൺ ടു, അല്ലെ, അങ്ങനെ പറയുന്നതെല്ലാം ഈ ഒരു പോയിന്റിൽ കയറി. ഇനി RX എവിടെ നിന്നൊക്കെ RX നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? RX എവിടെ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ഒന്ന് ഫ്രം ആൽക്കഹോൾ, പിന്നെന്തായിരുന്നു? ഫ്രം ഹൈഡ്രോകാർബൺ, പിന്നെന്തായിരുന്നു? ഇന്റർഹാലജൻ എക്സ്ചേഞ്ച്. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളിലും ഇഷ്ടം പോലെ എന്താണ് ഇന്റർമീഡിയറ്റ് ഇതിലേക്ക് കണക്റ്റഡ് ആണ്, ആക്ച്വലി ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ആ കണക്ഷനിലേക്കുള്ള ഒരു ത്രെഡ് ആണ് ആക്ച്വലി ഇനി നമ്മൾ പതുക്കനെ വർക്ക്ഔട്ട് ചെയ്ത് ഇങ്ങനെ ക്ലിയർ ചെയ്ത് എടുക്കാൻ പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരും കേട്ടോ. നോക്കാം. അപ്പോ നമുക്കറിയാവുന്നൊരു കാര്യമാണ് സെക്കൻഡ് കീറ്റോണിനെ റിഡക്ഷൻ ചെയ്ത് എന്ത് കിട്ടും? സെക്കൻഡറി ആൽക്കഹോൾ. ഓർമ്മയല്ലേ? ഓർത്ത് നോക്കാം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ആ ഒരു പോർഷൻ ആണ് ആക്ച്വലി. ഒന്ന് എഴുതി വെച്ചോ. പ്രൊപ്പനോൺ കൺവേർട്ട് ടു. പ്രൊപ്പനോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റും അല്ലെ? പ്രൊപ്പനോൺ കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ ഇവിടെ എഴുതാം, നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മുടെ പ്ലാൻ ഇതാണ് കേട്ടോ. അത് ആലോചിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഞാനിങ്ങനെ എഴുതുന്നു, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അത് എഴുതാം. നോക്കാം. പ്രൊപ്പനോൺ ഇക്വേഷൻ എവിടെയാണ് വരുന്നത് കൂടി റിപ്പീറ്റ് ചെയ്യാം. ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനിലെ രണ്ടാമത്തെ ഹെഡിങ്, സെക്കൻഡ് ഹെഡിങ് എന്തായിരുന്നു? ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. കാർബോണിയൽ കോമ്പൗണ്ടിന് കാർബോക്സിലിക് ആസിഡിന് എന്ത് ചെയ്യണം? സ്ട്രോങ് റിഡക്ഷൻ ചെയ്ത പ്രൈമറി ആൽക്കഹോൾ. ആൽഡിഹൈഡിന് റിഡക്ഷൻ ചെയ്ത പ്രൈമറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കീറ്റോൺ. അപ്പോ കീറ്റോണിനെ ഞാൻ റിഡക്ഷൻ ചെയ്യുകയാണ്. ആക്ച്വലി റിഡക്ഷൻ കൊടുക്കുന്ന NaBH4 കൊടുക്കുകയാണ്. NaBH4 and H2 ഒരു മൈൽഡാണ്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ലതാണ്, പെട്ടെന്ന് കിട്ടും, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആളാണ്. ഇവിടെ കിട്ടി കണ്ടോ? ഓർത്ത് നോക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യും? OH മാറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വന്നിട്ട് നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേഷൻ ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മളൊരു മാസ്റ്റർ ആവുള്ളൂ. നല്ല സൂപ്പർ ആയിട്ട് എല്ലാ ടൈപ്പുകളിലേക്കും വരും. പതുക്കനെ അങ്ങ് പഠിച്ചു തുടങ്ങിയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആൽഡിഹൈഡ് കീറ്റോൺ എടുത്തു കഴിയുമ്പോഴേക്കും ആ ചാപ്റ്ററിന്റെയും അതിന് മുമ്പത്തെ ചാപ്റ്ററിനെയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇൻഡിവിജ്വലി ചെക്ക് ചെയ്ത് എനിക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ്.
അപ്പോ ഈ OH പോയിട്ട് ഇവിടെ എന്ത് വരും? Cl വരും, ശരിയല്ലേ? ഇനി അവിടെ എന്ത് വരും? Cl വരും, അവിടെ COH വരും. അപ്പൊ എന്തായിരിക്കും ലാസ്റ്റത്തെ ആൻസർ എന്ന് ആലോചിക്കാൻ പറ്റും? എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിക്കഴിയുമ്പോൾ എന്തായിരിക്കും ആൻസർ? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിക്കഴിയുമ്പോ എന്തായിരിക്കും ആൻസർ വരാം? നോമൻക്ലേച്ചർ വരുമ്പോ 2-methyl propanoic acid കിട്ടി ഇവിടെ. കണ്ടോ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ അങ്ങനെ വരും. എന്താ? പ്രൊപ്പനോൺ കൺവേർട്ട് ടു 2-methyl propanoic acid. ഐഡിയ മനസ്സിലായോ? ഓർത്ത് നോക്കാം. ഓക്കെ, പ്രൊപ്പനോൺ കൺവേർട്ട് ടു എങ്ങനെയാ? ഇതുണ്ടോ പ്രൊപ്പനോൺ ആണിത്. ഇവിടെ OH വന്നു. ഇനി എന്ത് ചെയ്യും അടുത്ത സ്റ്റെപ്പില്? SOCl. അപ്പൊ എന്ത് വരും? CH3 CHN. ആണോ ഓർത്ത് നോക്കാം. ഇവിടെ എന്ത് വരും? അല്ലെ Cl വരും. ഈ Cl മാറ്റിട്ട് ഞാൻ ഇവിടെ KCl. അപ്പൊ എന്ത് വരും? Cl. ഇനി ഇതിലേക്ക് H2 and H+. അപ്പൊ എന്താ വരും? CH3 ഇതിന്റെ നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ ലോങ് ചെയിൻ എടുക്കണം അല്ലെ? ലോങ് ചെയിൻ വരുമ്പോൾ ആരാ പ്രയോറിറ്റി എപ്പോഴും? ഇയാൾക്ക്. ഇത് 1, ഇത് 2, ഇത് 3. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ 2-methyl propanoic acid, 2-methyl propanoic acid. അപ്പൊ പെട്ടെന്ന് കാണുമ്പോ ഒരു കാർബൺ കൂടിയോ, അത് ഇടക്കുന്നു കൂടിയോ, അങ്ങനെയൊക്കെ ആലോചിക്കും. അവിടെയാണ് നമുക്ക് പ്രശ്നം വരിക. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ചാർട്ടിൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. ക്വസ്റ്റ്യൻ എഴുതി വെക്കട്ടോ. എന്തായിരുന്നു? പ്രൊപ്പനോൺ കൺവേർട്ട് ടു 2-methyl propanoic acid. ഇതിന് ഞാൻ ഒരൊറ്റ എക്സ്ട്രാ സ്റ്റെപ്പേ കയറിയിട്ടുള്ളൂ. ഇതുണ്ടോ ഇവിടെ നിന്ന് OH ലേക്ക് എത്താം. കേട്ടോ ഓർത്ത് നോക്കാം. OH ലേക്ക് ഈഥീനെ എന്താ ചെയ്യണമെന്ന് കൂടി പറയാം കേട്ടോ. ഈഥീൻ 2 എന്തായിരുന്നു? ഈഥീനിലേക്ക് Cl2 ആൻഡ് Br2 ഇട്ടാൽ രണ്ട് സ്ഥലത്ത് Cl ഒരുമിച്ച് വരും. അല്ല, CCl4 ആൻഡ് Cl2 അല്ലെങ്കിൽ CCl4 ആൻഡ് Br എന്ത് വേണമെങ്കിലും ഇടാം. ഇട്ട് കഴിഞ്ഞാല് രണ്ട് സ്ഥലത്തും Br ഒരുമിച്ച് വരും. കേട്ടോ ഓർത്ത് നോക്കാം. എന്നിട്ട് Br രണ്ടിനും മാറ്റണതാണ് കേട്ടോ. അത് വേണമെങ്കിൽ ചെയ്യാം ഡൗട്ട് ഉണ്ടെങ്കിൽ. കേട്ടോ ഓർത്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇത് മനസ്സിലായോ? ഇല്ല, എന്താ മനസ്സിലായത്? ഇത് മനസ്സിലായോ? ഇത് ഇതിലും ഉള്ളതാണ്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഹെഡിങ് പറയാണ് കീറ്റോണിന് എന്ത് ചെയ്യണം? റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഇട്ടാൽ മതി കേട്ടോ. ഇന്ത്യ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. അതിന് പകരം ഇത് രണ്ടാമത് ഏതെങ്കിലും ഇട്ടാൽ മതി. അങ്ങനെ ഇട്ടാൽ ഇത് ഒരു മിഡിലാണ്, മീഡിയം റേറ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് ഇട്ടാലും എന്തായി മാറും? ഇത് OH ആണ്. OH ആയിക്കഴിഞ്ഞാൽ ഈ ചാർട്ടിലേക്ക് ഉണ്ടോ. അപ്പൊ ഈ ചാർട്ട് പഠിച്ച്, ചാർട്ട് എന്ന് പറയുമ്പോൾ ഇത്തിരി എല്ലാ ചാപ്റ്ററും കണക്ട് ആണ്. ഇത് ആ ചാപ്റ്റർ എൻഡിങ് ആണ് ആക്ച്വലി. മനസ്സിലായി? അപ്പോൾ ഇതിലേക്ക് കയറിയ പിന്നെ ഈ വഴി. മനസ്സിലായി? ഓർത്തോക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എന്താണ് എറണാകുളം സിറ്റിയിലെ ഏറ്റവും മെയിൻ റൂട്ട് പഠിക്കുന്ന പോലെ ഇത് പഠിച്ചു വെക്കുന്നു. പിന്നെ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു. കേട്ടോ ഓർത്തോക്കാം. ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈസി ആവും. കേട്ടോ ഓർത്തോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ മെത്തേഡ്. കേട്ടോ ഓർത്തോക്കാം. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഓർത്തോക്കാം. ഇത് വേറെയാണ്. ഇതെവിടെയായിരുന്നു ആക്ച്വലി പഠിക്കുന്നത്? പ്രിപ്പറേഷൻ ഓഫ്. ഈ ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് എൻ്റർ ചെയ്ത് ഇങ്ങനെ വരുന്ന ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. കേട്ടോ ഓർത്തോക്കാം. ടഫായിട്ടുള്ള ലെവലൊക്കെ ക്ലിയർ ചെയ്ത് പോകും. കേട്ടോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി വെച്ചേക്കാം. എഴുതി വെച്ച് വേണമെങ്കിൽ കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ സ്റ്റെപ്പ് എഴുതി വെച്ചേക്കാം, ക്ലിയർ ചെയ്യാം. കേട്ടോ ഓർത്തോക്കാം. പിന്നെ നേരത്തെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസുകളിൽ ഡൗട്ട് ഉണ്ട്. ഈഥീൻ 2 ഏകദേശം ഓക്കെ ആണോ? ഇത് മോനെ ഇത് മനസ്സിലായോ? ഓക്കെ, നോക്കാം. അമർ ഓക്കെ അല്ലേ? കേട്ടോ ഓർത്തോക്കാം. അപ്പൊ ഇത് ക്ലിയർ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകണം. ഓർത്തോക്കാം. ദെൻ ഈഥീൻ 2 എന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് കയറാനുണ്ട്. CH2 ഡബിൾ ബോണ്ട് CH2. ഇത് ഈ ചാർട്ടിൽ ഇല്ല, പക്ഷെ ഈ ഇവിടെന്നെങ്കിലും ഒരു എൻട്രി പോയിന്റ് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സെക്ഷൻ ഉണ്ട് കേട്ടോ. നോക്കാം. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ഇത് ഏത് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാലോ ആൽക്കെയിൻ. അതില് ഫസ്റ്റ് വരുന്ന ഫ്രം ആൽക്കഹോൾ, സെക്കൻഡ് ഹെഡിങ് ഫ്രം ഹൈഡ്രോ കാർബൺ. അതില് ഫ്രം ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ അതിലേക്ക് എന്താ വരും? ആൽക്കെയിൻ, ആൽക്കീൻ,
ആൽക്കൈൻ. അതിൽ YN കൊടുത്തിട്ടില്ല, EN കൊടുത്തിട്ടുണ്ട്. ENയിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ് Cl2 ആൻഡ് CCl4 അല്ലെങ്കിൽ Br2 ആൻഡ് CCl4 കൊടുത്താൽ ഈ Cl ഒരെണ്ണം ഇവിടെ വരും, ഒരെണ്ണം ഇവിടെ വരും. ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, കൊടുത്തു നോക്കാം. അപ്പൊ എന്ത് വരും? CH2 സിംഗിൾ ബോണ്ട് CH2, ഇവിടെ ഒരു Cl, ഇവിടെയും ഒരു Cl. കേട്ടോ, താഴേക്ക് ആക്കി എഴുതാം അല്ലെങ്കിൽ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും നിങ്ങൾ? അടുത്ത സ്റ്റെപ്പിൽ 2 Cl കിട്ടിയില്ലേ, പിന്നെ എന്ത് ചെയ്യും? KCN. അപ്പൊ രണ്ട് സ്ഥലത്തും CN ഉണ്ടോ? നോക്കാം ഉണ്ടോ? KCN കൊടുത്ത് ഇവിടെയും CN ആവും, ഇവിടെയും CN ആവും. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? H2 and H+ കൊടുത്താ COH അവിടെ ആകും. ക്ലിയർ ആണോ? കേട്ടോ, നോക്കാം. അപ്പൊ അതാണ് ടൈപ്പ് എന്ന് പറയുന്ന രീതി. കേട്ടോ, ഓക്കെ. എത്ര പ്രശ്നമായി? കേട്ടോ, നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ട് കിടക്കട്ടെ. propane convert to propane convert to butanol. propane കണ്ടോ, propane എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ ANE ഒന്നുമില്ല, ഹൈഡ്രോകാർബൺ. അത് Cl2 ലേക്ക് കൊടുക്കുമ്പോൾ Cl വരും. propane convert to butanol. കേട്ടോ, butanol ഓൾ ആണ് കേട്ടോ, butanol. propane convert to butanol. then ഒരെണ്ണം കൂടി എഴുതി വെച്ചോ, 10th. ethanol convert to propanol. propanol കേട്ടോ, propanol. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ചാർട്ട് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഇതുപോലെ ഏകദേശം ഒരു 6 ചാർട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ അതിലേക്ക് ബാക്കിയുള്ള റിയാക്ഷൻസ് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എല്ലാ ABC ടൈപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം, എളുപ്പമല്ലേ? ഓക്കെ ഉണ്ടോ? അപ്പോൾ ഇതൊന്ന് പതുക്കനെ പാരലായിട്ട് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തു പോകാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു സെക്ഷനാണ്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഇതൊരു A4 ഷീറ്റിൽ വരച്ചുകൊണ്ട് വരണം കേട്ടോ. ഫസ്റ്റ് നിങ്ങൾക്ക് തരുന്നതാണ്, ഹോംവർക്ക് ഉണ്ട്. ഒപ്പം ഒരു A4 ഷീറ്റിൽ നല്ല ഭംഗിയായിട്ട് ഈ ചാർട്ട് ഒന്ന് വരച്ചുകൊണ്ട് വരണം. പിന്നെ രണ്ടാമത് നിങ്ങൾ 2 ചാപ്റ്ററിലെയും ഇക്വേഷൻസ് ഓർഡറിൽ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തോ? പറഞ്ഞിട്ടുണ്ടായി അല്ലേ? കൊണ്ടുവന്നല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇതുപോലെ ഒന്നല്ലെങ്കിൽ ഞാൻ വീഡിയോ വേണമെങ്കിൽ റിപ്ലൈ ചെയ്ത് കാണിച്ചുതരാം. ഇതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ ഇത് ഒരു A3 ഷീറ്റ് ആണ്. A3 ഷീറ്റിൽ കറക്റ്റ് ഓർഡറിലായിട്ട് നമ്മൾ എഴുതി തന്നതാണ്. ബോർഡിൽ എഴുതി തന്നില്ലേ, നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചിട്ടില്ലേ അല്ലേ അന്ന്? അത് നല്ല ഭംഗിയിലായിട്ട് കൊണ്ടുവന്നോ? ബുക്കിൽ എഴുതി. അത് എനിക്ക് ഒരു കേട്ടോ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാതെ A4 ഷീറ്റിൽ അടുത്ത ക്ലാസ്സിൽ എന്തായാലും കൊണ്ടുവരണം കേട്ടോ. ആദ്യം നിങ്ങൾ അല്ലെ ഒരു കാര്യം നമ്മൾ ചെയ്യണതിന് മുമ്പ് അത് പഠിച്ചു, പക്ഷെ അതിന് മുമ്പ് കറക്റ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം അല്ലേ? ഓക്കെ. ഇത് കണ്ടിട്ട് അത്ര നീറ്റായിട്ട് തോന്നുന്നുണ്ടോ? കണ്ടോ? ഇല്ലാന്ന് പറഞ്ഞു കണ്ടോ. അപ്പൊ ഇതേപോലെ ആവരുത് കേട്ടോ. ചെറുതായിട്ട് മതി, ചെറുതായിട്ട് എഴുതാൻ നോക്കാം. കുറച്ചും കൂടി ഭംഗിയായിട്ട് വൃത്തിയിൽ ഓർഡറിൽ കേട്ടോ എഴുതിക്കൊണ്ടുവരണം. കൊണ്ടുവരില്ലേ കേട്ടോ? അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ ബുക്ക് കൊണ്ടുവരാത്ത ഇതായിട്ട് കൂട്ടിയേക്കണം. അടുത്ത ഇന്ന് വേണ്ട, ഇന്ന് തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ ചെയ്യണം കേട്ടോ. എന്ന് പറഞ്ഞാൽ വെനസ്ഡേ ആണ് ക്ലാസ്. നോക്കാം അന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടി ഈ സാറിന് കേട്ടോ നോക്കാം. എന്തായാലും ഈ വീക്കില് എന്തായാലും നമുക്ക് വെനസ്ഡേസിൽ രാത്രിയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്ന് തുടങ്ങി വെക്കാമെന്ന് പറഞ്ഞു വിചാരിച്ചു. ഏത് വേണം? എത്ര പേർക്ക് ആൽഡിഹൈഡ് വേണം? ശരിക്കും കൈ ഉയർത്താം, കൗണ്ട് ചെയ്യട്ടെ കേട്ടോ. തോക്കച്ചല്ലേ ആൽഡിഹൈഡ് എക്സാമിനല്ലേ ഉണ്ടെങ്കിൽ കൈ ഉയർത്ത് കേട്ടോ. ഓർത്ത് നോക്കാം. വേണമെങ്കിൽ ആൽഡിഹൈഡ് ഗ്യാസ് അല്ലെങ്കിൽ എടുക്കാം. 1 2
നമുക്ക് വേണോ കൈ ഇങ്ങനെ മര്യാദ 10-11 പേര്, ബാക്കി എത്ര പേർക്ക്? ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾക്ക് സൺഡേസിലെ എക്സാമിന് മുമ്പായിട്ടൊക്കെ പറഞ്ഞുതരാം കേട്ടോ, കാരണം ഇത്തിരി ടഫല്ലേ അപ്പൊ അതൊന്നും ചെയ്യേണ്ടത്. ഞാൻ ശരിക്കും നേരെ തിരിച്ചാണ് എന്തായാലും വിചാരിച്ചു, കെമിക്കൽ കൈനറ്റിക്സ് എടുക്കാമെന്ന് തന്നെയാണ് കരുതി, കാരണം കുഞ്ഞു ചാപ്റ്ററാണ്, വേഗം തീരും. ഈ മന്ത് എന്റെ കൺട്രോളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ആലിഗേഡ് തീരില്ല അത്ര പെട്ടെന്നൊന്നും, കാരണം അങ്ങനെ എടുത്തൊരു കാര്യമില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആലിഗേഡ് ടോട്ടൽ ചാപ്റ്റേഴ്സിന്റെ കണ്ടന്റ് ഓർഡറിൽ പറയാം, കേട്ടേക്കുന്നതാണ് ആലിഗേഡ് കീറ്റോൺ കേട്ടോ, നോക്കാം. അപ്പോൾ നമുക്ക് ഇനിയൊരു 10 minutes ഉള്ളൂ, നിങ്ങൾ എഴുതൊന്നും വേണ്ട. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ആലിഗേഡ് കീറ്റോൺ തുടങ്ങി പോവാണ്. അപ്പോൾ ആ ചാപ്റ്റർ ആണ് നിങ്ങൾക്കുള്ള, നമുക്ക് ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ആണ് കെമിസ്ട്രി, നമുക്ക് 12th വരുന്ന 10 ചാപ്റ്റേഴ്സ്. ആ 10 ചാപ്റ്റേഴ്സിലെ ഏറ്റവും ടഫസ്റ്റ് ചാപ്റ്റർ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പോൾ അതിന് അതിൻ്റെതായ രീതിയിൽ ഓർഡറിൽ കൊണ്ടുവരും. ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നോമൻക്ലേച്ചർ ആണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വരുന്ന നോമൻക്ലേച്ചർ. അപ്പോൾ നോമൻക്ലേച്ചർ വരുന്ന സമയത്ത് ബാക്കിയുള്ള ചാപ്റ്ററിനേക്കാളും കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് അതിൽ കോമൺ നെയിം നന്നായിട്ട് പഠിക്കേണ്ടി വരും. കോമൺ നെയിം പ്രൊപ്പിയോഫിനോ. വാനിലിൻ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? വാനില. അതിന്റെ കെമിക്കൽ നെയിം എന്താണ്? അതിൽ വിത്ത് പിക്ചറൊക്കെ ഉണ്ട്, വീട്ടിൽ പോയിട്ട് നോക്കണം. അതിന്റെ IUPAC നെയിം എന്താണ് കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ കുറേ IUPAC നെയിംസുകൾ, കുറേ എണ്ണം കോമൺ നെയിമും ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് ആദ്യത്തെ ഇതിൽ. അപ്പൊ അത് കുറച്ച് എന്തായാലും തുടങ്ങി വെക്കുമ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും നോമൻക്ലേച്ചേഴ്സ്. ഓക്കെ, സെക്കൻഡ് നമുക്ക് വരുന്നത് അതിൽ തുടക്കം എന്തായിരിക്കും? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. തുടക്കം ആദ്യത്തെ ഹെഡിങ്ങിൽ അവർ ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ജനറൽ ആണ്. ആ ജനറൽ 4 ഇക്വേഷൻ ഉണ്ട്. ആ 4 ഇക്വേഷൻ അവിടെ ഇല്ല. റഫർ 11th നിങ്ങൾക്ക് പഠിച്ചേക്കുന്ന ആൽഡിഹൈഡ് കീറ്റോണും ഇതുമായിട്ട് ആണ്. ഓർ പ്രീവിയസ് ചാപ്റ്റർ ഏതൊക്കെ ഇതാണ്. അപ്പൊ ആദ്യത്തത് നിങ്ങൾക്ക് കേട്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഫ്രം ആൽക്കഹോൾ. ആൽക്കഹോളിൽ നിന്ന് ആൽഡിഹൈഡ് എങ്ങനെ ഉണ്ടാക്കാം? ആൽക്കഹോൾ എന്ത് ചെയ്യണം? PCC അല്ലേ, ഓക്സിഡേഷൻ. അപ്പൊ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ ടു ആൽഡിഹൈഡ്. റീജൻ ഏതാ? PCC or CrO3 അല്ലേ, ഓർ കോപ്പർ ആൻഡ് 573. ഡീഹൈഡ്രേഷൻ ഉണ്ട്. ഇത് രണ്ടെണ്ണം അതാണ് പറയുന്നത്. പിന്നെ നമ്മൾ 11th പോകും. 11th ഒരു പേരുള്ള റിയാക്ഷൻ ഉണ്ട്, ഓസോണലൈസിസ് റിയാക്ഷൻ. ആൽക്കീൻ ടു ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ആൽക്കീനില്ലേ, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ബോണ്ടിലേക്ക് O3 എന്ന് പറഞ്ഞാൽ ഓസോൺ. പിന്നെന്താ റിയേജന്റ്? ZnH2. അത് ഇട്ട് കഴിഞ്ഞാൽ അത് ആൽഡിഹൈഡ് ആയിട്ട് മാറും. പിന്നെ വരുന്നത് YnE, ആൽക്കൈൻ ടു ആൽഡിഹൈഡ്. എന്തായിരിക്കും അത്? ആൽക്കൈൻ ടു ആൽഡിഹൈഡ്, YnE കേട്ടോ. ആൽക്കൈൻ ടു ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഡയറക്റ്റ് ആണ്. ഒറ്റ സ്റ്റെപ്പ്. എന്താണ്? HgSO4 ആൻഡ് H2SO4. എന്താണ്? ഹൈഡ്രോലിസിസ് ആണ്. HgSO4 ആൻഡ് H2SO4. അത് എവിടെയാണ് 11th പഠിച്ചത്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ. വീട്ടിൽ അവിടെ പോയി കഴിയുമ്പോൾ 2 സ്റ്റെപ്പിൽ കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒന്നുമില്ല, റഫർ 11th എന്നാണ്. പക്ഷെ അത് നമ്മൾ എഴുതേണ്ടി വരും, കാരണം ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലും പാസ്റ്റ് ഇയറിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ 4. അപ്പൊ ഏതൊക്കെയായിരുന്നു? ഇതെന്താ? ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഹൈഡ്രേഷൻ കോപ്പർ ആൻഡ് 573. അപ്പൊ 2 അവിടെ കഴിഞ്ഞു. പിന്നെന്തായിരുന്നു? ഓസോണലൈസിസ്. 4ാമത്തെ എന്തായിരുന്നു? ആൽക്കൈൻ ടു ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. എന്താ റിയേജന്റ്? HgSO4 ആൻഡ് H2SO4. Hg എന്താ? മെർക്കുറി. അപ്പൊ ഹെഡിങ് എത്ര എണ്ണം ഉണ്ട്? 4. ഇത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റാവുന്ന ഇത്. അതില് പേരുള്ള റിയാക്ഷൻസ് തന്നെയാണ്. ആ ഒരു ഏരിയയിലെ ടോപ്പിക്കിൽ 4 നെയിമിംഗ് റിയാക്ഷൻസ് റിലേറ്റഡ് ആണ്. ഫസ്റ്റ് വരുന്നത് റോസൻമൗണ്ട് റിഡക്ഷൻ റിയാക്ഷൻ. ഫസ്റ്റ് എന്താണ്? റോസൻമൗണ്ട് റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ എടുത്ത കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? റോസൻമൗണ്ട് റിഡക്ഷൻ റിയാക്ഷൻ ആദ്യം എന്ത് ടു എന്തെന്ന് പഠിക്കാം. നിങ്ങൾക്ക് ഉറപ്പാണ് ഇനി വരുന്ന 4 എണ്ണത്തിലും റിയാക്ടന്റ് സൈഡ് എന്തായിരിക്കും? ആൽഡിഹൈഡ് ആയിരിക്കും. പ്രൊഡക്റ്റ് സൈഡ് എന്തായിരിക്കും? ആൽഡിഹൈഡ് ആയിരിക്കും. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് റോസൻമൗണ്ട് റിഡക്ഷൻ റിയാക്ഷൻ. ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്. എങ്ങനെയാ തുടങ്ങുന്നത്? ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്. ആ ഫോർമാറ്റിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിക്കും. ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്. ബെൻസീന്റെ ഇനമോട് COCl, അതാണ് ബെൻസോയിൽ ക്ലോറൈഡ്. അതിലേക്ക് നമ്മൾ ഇടുന്ന റിയേജന്റ് ഓർമ്മയുണ്ട്? BaSO4 ആൻഡ് H2. റിഡക്ഷൻ ആണ്. PD കൊടുക്കാൻ പാടില്ല. BaSO4 സ്പെഷ്യൽ ആണ്. ഇവിടെ ഓർത്ത് നോക്കാം.
BSO4 വേണം, PDയും കൊടുക്കാം. അല്ലാതെ BSO4 ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ആ BSO4 PD ആൻഡ് H2 പ്രൊഡക്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ നേരെ അതെത്തും. അടുത്തത് വരുന്നത് സ്റ്റീഫൻ റിയാക്ഷൻ, സയനൈഡ് ടു ആൽഡിഹൈഡ്. ഞാൻ പറഞ്ഞല്ലോ തുടക്കം കിട്ടിയാൽ പോരെ, കാരണം എന്താ ബാക്കിയെല്ലാം ആൽഡിഹൈഡാണ്. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു? റോസൻമോൾ. സെക്കൻഡ് എന്തായിരുന്നു? സ്റ്റീഫൻ. തേർഡ് എന്തായിരുന്നു? ഗെറ്റർമാൻ. തേർഡ് ഹെഡിങ് ആണ് ഗെറ്റർമാൻ റിയാക്ഷൻ. അപ്പോൾ ആദ്യം എന്തായിരുന്നു? റോസൻമോൾ റിഡക്ഷൻ, ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്. അടുത്ത ക്ലാസ്സിൽ എടുക്കും, പക്ഷേ ഹെഡിങ്ങിൽ ഈ ചാപ്റ്ററിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ഹെഡിങ് വരുന്നത് സ്റ്റീഫൻ റിയാക്ഷൻ, സയനൈഡ് ടു എന്താണ്? ആൽഡിഹൈഡ്. അങ്ങനെ പഠിക്കണം. അത് കഴിഞ്ഞ് തേർഡ് വരുന്നത് എറ്റാഡ്. എറ്റാഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് എന്താണ്? ടോളുവിൻ ടു ആൽഡിഹൈഡ്. ടോളുവിൻ ടു ആൽഡിഹൈഡ്. അത് കഴിഞ്ഞാൽ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ, KOCH. ഗെറ്റർമാൻ രണ്ട് സ്ഥലത്തുണ്ട്, അമീനിലുണ്ട്. അതും ഇതും തമ്മിൽ മാറിപ്പോകരുത്. രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധമില്ല കേട്ടോ. ഇത് ഗെറ്റർമാൻ കോച്ച് KOCH, മറ്റേത് ഗെറ്റർമാൻ വേറെ അമീനിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഗെറ്റർമാൻ കോച്ച് എത്തുമ്പോൾ അവിടെ വരുന്നത് ടോളുവിൻ ടു ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്. ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്. അപ്പോൾ നാലെണ്ണം പേരുള്ളൂ ആദ്യം പറഞ്ഞേ: റോസൻമോൾ, സ്റ്റീഫൻ, എറ്റാഡ്, ഗെറ്റർമാൻ കോച്ച്. കണ്ടോ? ഓർത്തോക്ക. റോസ് ഉള്ള ഒരു മൗണ്ടനെ കണ്ടേ, ഇത് കണ്ടോ? അത് കഴിഞ്ഞിട്ട് കണ്ടോ? റോസ് അല്ല, അത് വേറെ പോവാം. കേട്ടോ? ഓർത്തോക്ക. ഈ റോസ് ഉള്ള മൗണ്ടൻ കണ്ടോ? ഓർത്തോക്ക. അതിലേക്ക് ഇത് കണ്ടോ? ഇയാള് ഗെറ്റർമാൻ. കേട്ടോ? ഓർത്തോക്ക. ഗെറ്റർമാൻ അല്ല, സ്റ്റീഫൻ. സ്റ്റീഫനും നമ്മുടെ എറ്റാഡ്. കണ്ടോ? എറ്റാഡ് ചിരിക്കുന്നൊക്കെ ഉണ്ട് അല്ല. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് പാവം കുറച്ച് ഗെറ്ററിൽ വരും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കണം കേട്ടോ. ഓർത്ത് വെക്കാം. എന്തായിരുന്നു? റോസൻമോൾ. ആരൊക്കെയാ പോകുന്നത്? സ്റ്റീഫൻ. പിന്നെന്തായിരുന്നു? ചിരിച്ച എറ്റാഡ് അല്ലേ? ഓർത്തോക്കാം. ചിരിച്ചവർ രണ്ടുപേരും പോകുമ്പോ ഗെറ്ററിൽ വീണു. ആ റിലേഷൻ കറക്റ്റ് ഓർഡറിൽ ഓർത്ത് നോക്കാം. ദീസ് ഫോർ ആർ എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. അപ്പൊ ഈ പേരുള്ള റിയാക്ഷൻ ചോദിച്ചു, എക്സാമിന് ചോദിക്കുകയാണ്. ഗെറ്റർമാൻ കോച്ച് ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ആദ്യം ദിസ് ഇസ് ദ ബെസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ദി ആൽഡിഹൈഡ്. ഫസ്റ്റ് പോയിന്റ് റൈറ്റ് ആണ് അല്ലേ? ഓർത്ത് നോക്കാം അല്ലേ? അങ്ങനെ എഴുതി കൂടെ കേട്ടോ. ഒരു വേണമെങ്കിലും എഴുതി വെക്കാൻ പറ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടീച്ചറാണെങ്കിൽ ഒരു അരമാർക്കെങ്കിലും തരൂലേ? അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കിട്ടാത്ത ഒന്നും അറിയാത്ത സ്ഥലത്ത് നിന്ന് ഒരു അരമാർക്ക് ഒരു മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു കഴിവാണ്. അവിടെയാണ് നമുക്ക് എന്താണ് എഴുതുന്ന റൈറ്റിംഗ് എക്സാമുകൾക്ക് നമ്മളെ കഴിവ് അതാണ്. അതെനിക്കറിയാവുന്ന ഞാൻ എഴുതും, അങ്ങനെയല്ലല്ലോ. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇനി അപ്പുറത്തെ സൈഡ് ഇങ്ങനെ എന്നിട്ട് റിയേജിൽ പഠിച്ചോളുമ്പോൾ അതിൽ കണക്ഷൻ വരും. ഇപ്പോൾ നമ്മൾ ഏത് പൊസിഷൻ എത്തി അല്ലെ? പ്രിപ്പറേഷൻ്റെ ഒരു ഐഡിയ കിട്ടി കേട്ടോ. ഇപ്പൊ ഒന്നും എഴുതുന്നുണ്ട്, വെറുതെ കേട്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ. ഇപ്പൊ എത്ര പഠിച്ചു എന്നറിയോ? ആദ്യം 4 കോമൺ. ഏതൊക്കെയായിരുന്നു പറഞ്ഞാൽ 4? ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ അല്ലെ, ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ, പിന്നെന്തായിരുന്നു? ഓസോണലൈസിസ്, ആൽക്കൈൻ ആണോ? ഈ 4. പിന്നെന്തായിരുന്നു ഇപ്പൊ 4 പഠിച്ചത്? റോസൻമോൾ, സ്റ്റീഫൻ, ഗെറ്റർമാൻ. ഇപ്പൊ എത്ര? 8. ഇനി അടുത്ത 3. അപ്പൊ എത്ര? 8 ആയില്ലേ? അടുത്ത 3 കൂടി വന്നു കഴിഞ്ഞാൽ കേട്ടോ പ്രിപ്പറേഷൻ തീരും. അത് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ ആണ്. പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ ഫസ്റ്റ് കിട്ടി. ആർക്കെങ്കിലും ഓർമ്മ കണ്ടോ? അവിടെ പറഞ്ഞു ഫ്രം ഡൈആൽക്കൈൽ കാഡ്മിയം അല്ലെ? പറയൂലേ? പറയണം. ഫ്രം ഡൈആൽക്കൈൽ കാഡ്മിയം കണ്ടോ? ഓർത്ത് നോക്കാം. ഡൈആൽക്കൈൽ കാഡ്മിയം R2CD കേട്ടോ. ഓർത്ത് നോക്കാം. R2CD റിയാക്ട് വിത്ത് RCOCl, അസൈൽ ക്ലോറൈഡ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് അസൈൽ ക്ലോറൈഡ് എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ഈ ഡൈആൽക്കൈൽ കാഡ്മിയം മറന്നു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ രണ്ടെണ്ണത്തിനും ഹെഡിങ് തുടങ്ങുന്ന ഒരേപോലെയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അസൈൽ ഹാലൈഡ്. അപ്പോൾ ഈ അസൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് ഡൈആൽക്കൈൽ കാഡ്മിയം R2CD നമുക്ക് എന്ത് കിട്ടും? കീറ്റോൺ കിട്ടും. അടുത്തത് ഫ്രം എന്തായിരുന്നു? സയനൈഡ്. എന്തായിരുന്നു? സയനൈഡ്. സയനൈഡ് റിയാക്ട് വിത്ത് ഗ്രിഗിനാൽ റിയേജന്റ് ടു ഫോം കീറ്റോൺ. തേർഡ് വരുന്നത് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അപ്പോൾ ടോട്ടൽ എത്രയായി? 8 + 3 11 ആയി കഴിഞ്ഞ സമാധാനം ഇത്ര ഉണ്ടാവും. 11 പഠിച്ചപ്പോൾ എന്ത് കഴിഞ്ഞു? ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. ഇനിയാണ് ശരിക്കും ഈ ചാപ്റ്റർ അങ്ങ് തുടങ്ങുന്നത്. അതാണ് ഇനിയുള്ള റിയാക്ഷൻസ് ആണ് ഈ ചാപ്റ്റർ ബ്യൂട്ടിഫുൾ ആക്കുന്നതും കോംപ്ലക്സ് ആക്കുന്നതും. ഇവിടെ ഓർക്കുക അല്ലേ? നമുക്ക് 2 രീതിയിൽ പറയാം. ഇത്തിരി ടഫ് ഗെയിം ഒക്കെ വരുമ്പോൾ അങ്ങനെയല്ലേ പറയാം. ടഫ് ഗെയിം ഒക്കെ ജയിച്ച് നമുക്ക് സന്തോഷമാണ് കേട്ടോ. അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറയാം. അതുപോലെ എടുക്കാം കേട്ടോ. അടുത്ത സെക്ഷനിൽ വരുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഫസ്റ്റ് ഹെഡിങ് വരുന്നത് ന്യൂക്ലിയോഫിലിക് അഡിഷൻ. ഫസ്റ്റ് ഹെഡിങ് എന്താ വരുന്നത്? ന്യൂക്ലിയോഫിലിക് അഡിഷൻ. ഒരു കുഞ്ഞ് മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. മെക്കാനിസം അല്ല ചോദിക്കാം. അതിൽ നിന്ന് 2 കീ റീസൺ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി വരുന്നത്. Then nucleophilic addition. Nucleophilic addition ആണുള്ള 4 ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഉണ്ട്. അത് ഫസ്റ്റ് വരുന്നത് സൈനോഹൈഡ്രേറ്റ്, ഹെമി അസെറ്റാൽ ആൻഡ് അസെറ്റാൽ. ഹെമി അസെറ്റാൽ ആൻഡ് അസെറ്റാൽ ഒറ്റ പോയിന്റ് ആയിട്ട് എടുക്കാം. Then addition of sodium bisulfate, കീറ്റാൽ. അങ്ങനെയാണ് 4 ആവുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? സൈനോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞേ. സൈനോ എന്ന് പറഞ്ഞേ പറഞ്ഞേ. നിങ്ങൾ കേട്ടിരിക്കുകയാണ്. പുള്ളി പറയണ മതി എന്ന് പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞ റെഡിയാക്കണം. സൈനോഹൈഡ്രേറ്റ്. പിന്നെ എന്തായിരുന്നു?
ഹെമി അസറ്റാൽ ആൻഡ് അസറ്റാൽ എന്ന് പറഞ്ഞേ, ഉറക്കനെ പറഞ്ഞേ, ഉറക്കനെ പറഞ്ഞേ. Heavy acetal and acetal. കേട്ടോ ഓർത്ത് നോക്കാം. ഹെമി അസറ്റാൽ ആൻഡ് അസറ്റാൽ. പിന്നെ എന്തായിരുന്നു? അഡീഷൻ ഓഫ് സോഡിയം ബൈസൾഫേറ്റ് എന്ന് പറഞ്ഞേ, അഡീഷൻ ഓഫ് സോഡിയം ബൈസൾഫേറ്റ്. ഫോർത്ത് വരുന്നത് എന്തായിരുന്നു? കീറ്റാൽ. എന്താണ്? കീറ്റാൽ എന്ന് പറഞ്ഞേ, കീറ്റാൽ. ഇത് എത്തുമ്പോൾ തുടക്കമായിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നൈട്രജൻ ഡെറിവേറ്റീവ് ഏഴെണ്ണമുണ്ട്. ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞല്ലേ? എങ്ങനെ പഠിപ്പിക്കണം പറഞ്ഞേ? പറഞ്ഞേ. വേറെ രണ്ടുപേരെ കൊണ്ട് പറയിപ്പിച്ചാണ്. വെരി ഗുഡ്. കുറച്ചെങ്കിലും ഓർമ്മയുണ്ട് അല്ലെ? ഒരുമിച്ച് പറയണം കേട്ടോ. ഇമീൻ, ഇമീൻ പറഞ്ഞേ, ഇമീൻ, ഷിപ്സ് ബേസ്, ഓക്സിം, ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസോൺ, കിട്ടിയില്ലേ? DNP കേട്ടോ. DNPയുടെ ഫുൾ ഫോം പറയണ്ട, ഡൈ നൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ ആണ് കേട്ടോ. അതുണ്ട്. DNP ഒരെണ്ണം കൂടിയുണ്ട്, സെമി കാർബോസോൺ. എന്തായിരിക്കും? സെമി കാർബോസോൺ. ഇതാവുമ്പോ രണ്ടാമത്തെ ടൈപ്പിലേക്ക് എത്തി. അപ്പൊ ഇപ്പൊ എത്രയായി? നേരത്തെ 11 പഠിച്ചു വെച്ചു. ഇപ്പൊ എന്തായിരുന്നു? നേരത്തെ 4 പറഞ്ഞ ഓർമ്മ, സൈനോയിഡ്, ഹെമി അസറ്റാൽ, അസറ്റാൽ, കീറ്റാൽ 4. ഇപ്പൊ എത്ര? 7. 4 + 7 11 തുടങ്ങിയിട്ടുള്ളൂ. ദെൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് പേരുള്ള റിയാക്ഷൻ തന്നെയാണ്, ക്ലെമൻസൺ റിഡക്ഷൻ, വൂഡ് ഫിഷ്നർ റിഡക്ഷൻ. അവിടെ ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ ആൽഡിഹൈഡിന്റെ ഒക്കെ ഓക്സിഡേഷൻ വന്ന സമയത്ത് വരുന്ന ചേഞ്ച്, ആൽഡിഹൈഡും കീറ്റോണും, അത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അത് തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ വരും. അത് കഴിഞ്ഞാൽ ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ, ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. Then next ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. പിന്നെ ഒരെണ്ണമുണ്ട് ഏറ്റവും ലാസ്റ്റ്, കാനിസാരോ റിയാക്ഷൻ, ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. ഇത്ര എത്തുമ്പോഴാണ് നമുക്ക് ആൽഡിഹൈഡ് കീറ്റോൺ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ അടുത്ത ആൾ ആരാണത്? ആൽഡിഹൈഡ് കഴിഞ്ഞാൽ പിന്നെ അല്ലെ, കീറ്റോൺ കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ്. ഇപ്പൊ ടോട്ടൽ എത്രയുണ്ട്? പറഞ്ഞ പോലെ അത്രയൊന്നും അധികമൊന്നുമില്ല അല്ലെ? ഓക്കെ. എത്രയുണ്ട്? ആദ്യത്തെ 11 പ്രിപ്പറേഷൻ. ഒരു ഐഡിയ കിട്ടണം. 11 പ്രിപ്പറേഷൻ. അപ്പൊ 11 ഇക്വേഷൻസ് എഴുതിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 11ന്റെ ഇടയിലൊക്കെ 2 ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. കാരണം ഒരു ഡൈബാലൊക്കെ ഉണ്ട്. ഡൈബാലൊക്കെ ഓർമ്മയുണ്ടോ? ഡൈബാലജ്, ഓർത്ത് നോക്കാം. സ്റ്റീഫൻ അല്ല, സ്റ്റീഫൻ കഴിഞ്ഞിട്ട്. വെരി ഗുഡ് കേട്ടോ. ഓർത്ത് നോക്കാം. ഡൈബാലജ് അങ്ങനെ 2-3 എടുക്കുന്നുണ്ട്. അതിനെ മാറ്റിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 11. അത് കഴിഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുമ്പോൾ സൈനോഹൈഡ്രിനാൽ ഈ പറയുന്നത് അതും ഒരു 11 വരും. അപ്പൊ ഒരു 22 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരും. അങ്ങനെ ഒരു 30 ഇക്വേഷൻസ് ആണ് ആ ഒരു റേഞ്ചിൽ ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരും. 30 ഒക്കെ പിടിച്ച് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. പക്ഷെ ഈ പ്രശ്നം അതല്ല, ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യും. ഞാൻ ഇതുപോലുള്ള ചാർട്ടുകളിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് തുടങ്ങും. മനസ്സിലായി? അവിടെ എത്താണ് എന്ന് പറഞ്ഞാൽ ഈ സൈനൈഡില്ലേ, ഈ സൈനൈഡിലേക്ക് CN ആണ്, C ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പോ നിങ്ങൾക്ക് ഈ CN അടുത്തൊരു സെക്ഷൻസിൽ എനിക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് അതിനെ വീണ്ടും എനിക്ക് പല വ്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആൽഡിഹൈഡിലേക്ക് നമ്മൾ HCN ആഡ് ചെയ്യുമ്പോൾ, ആൽഡിഹൈഡ് എന്ന് പറയുന്നതിലേക്ക് HCN ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? സൈനോഹൈഡ്രിനാവും. മനസ്സിലായി? ആ സൈനോഹൈഡ്രിലേക്ക് ഒരേ സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് OH ഉം COH ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ ചാർട്ട് ഇതുപോലെയുള്ള അതിനൊക്കെ കുറെ ഉണ്ട്. അതൊക്കെ കൂടി മിക്സ് ആകുമ്പോൾ മാത്രമാണ് ഈ ചാപ്റ്ററുകൾ ടഫാവുന്നത്. അതർവൈസ് ഇക്വേഷൻ ഓർഡറിൽ പഠിക്കുമ്പോൾ ഈസിയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് ആ ചാപ്റ്റർ കണ്ടന്റ് ഓർഡർ ആക്കണം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ലെവൽ കേട്ടോ. അപ്പോൾ ഇന്ന് വൈൻഡപ്പിയാണ്. 5 മിനിറ്റ് വൈകിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? എന്താ പറഞ്ഞേക്കണേ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് വേണ്ട എന്താകും? എല്ലാ ഇക്വേഷനും ചാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. അവിടെ അത് ബാക്കില് ഒക്കെ ചാർട്ട് കേട്ടോ. ഓർത്തുക, ഒരു ചാർട്ട് പേപ്പർ വാങ്ങിക്കുക. ആ ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് അല്ലെ ഓർത്തുക, അല്ലെങ്കിൽ A3 ഒക്കെ പേപ്പർ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. ഒരു ചാർട്ട് എടുക്കുക, നല്ല ഭംഗിയിൽ എടുക്കുക. എന്നിട്ട് വലുതാക്കണ്ട കേട്ടോ, വലുതാക്കണ്ട, ചെറുതാക്കി ചെറിയ രീതിയിൽ കുഞ്ഞിതായിട്ട് ഇക്വേഷൻസ് ഓർഡറിലാക്കി വെക്കും. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ലാസ്റ്റ് എക്സാമിനൊക്കെ വരുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഫ്ലാഷ് കാർഡൊക്കെ ഉണ്ടാക്കും. നിങ്ങൾ ബുദ്ധിമാന്മാരായതുകൊണ്ടോ ഒന്നും ഉണ്ടാക്കില്ല എന്ന് എനിക്കറിയാം. ഓർത്ത് നോക്കാം, ഭയങ്കര മിടുക്കന്മാരും ബ്രില്യന്റുമാണെന്ന് അറിയാം. എങ്കിൽ പോലും നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം, ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്ത് അല്ലെ, പാരന്റ്സിനോട് ചോദിക്കും കേട്ടോ. ഓർത്ത് നോക്കാം, അയാള് ചെയ്തില്ല കുഴപ്പമില്ല. അപ്പോ നെക്സ്റ്റ് ക്ലാസ് കേട്ടോ ചെയ്യണം കേട്ടോ. എല്ലാരും കൊണ്ടുവന്നെ ചെയ്താൽ 2 കാര്യമാണ്. ഒന്ന് ഇക്വേഷൻസ് 2 ചാപ്റ്റർ എഴുതി വെക്കുക, ആ ചാർട്ട് ഒന്ന് എഴുതി വെക്കുക, കൊണ്ടുവരാം മനസ്സിലേക്ക് കേട്ടോ. ഓർത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ആൽഡിഹൈഡ് കീറ്റോൺ തുടങ്ങി വെക്കാം. ഇത് പാരലായിട്ട് കേട്ടോ. ഇത് പാരലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പതുക്കനെ പഠിച്ചു തുടങ്ങാം. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നീ
മാർക്ക് എത്ര കിട്ടിയെന്ന് പറഞ്ഞില്ല. 18 ഇതുവരെ. 6 മാർക്ക് അസർഷൻ റീസണിൽ പോയി, 1 മാർക്ക് HBRന്റെ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് കണ്ടിരുന്നു. ക്ലാസ്സിൽ ഫുൾ എത്ര പേർക്ക്? ആ ക്ലാസ്സിൽ ഹയസ്റ്റ് എന്തോ 19 സെവീന. ഇതെന്തായാലും കുട്ടികൾ അങ്ങനെ തോന്നാറുണ്ടോ? നീ പറഞ്ഞു കേട്ടോ, അതൊക്കെ അറിയാലോ. അടുത്ത എക്സാം ഒന്നും കൂടി നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്തില്ല കേട്ടോ. അടുത്ത ആഴ്ചയിൽ ഒന്നല്ലേ പറഞ്ഞു? അടുത്ത ആഴ്ച ചൊവ്വാഴ്ച അവധി തന്നിട്ടുണ്ട് ഈ ചൊവ്വാഴ്ച അവധിയാണ്. ഒരു ദിവസം നമുക്ക് പഠിക്കാൻ വേണമെങ്കിൽ ഇവിടെ വെക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഇതുണ്ടോ? മുസ്ലിംസ് ഉണ്ടോ? മുസ്ലിം ആ, നിങ്ങൾ 3 പേരല്ലേ? അത് പറ്റുമോ? കുഴപ്പമൊന്നും അന്നത് ആഘോഷിച്ചു, പക്ഷെ അതിൻ്റെ തലേദിവസം വേണമെങ്കിൽ വെക്കാൻ നമുക്ക് കേട്ടോ. അത് കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു എക്സാമിനൊക്കെ നമ്മളൊരു ലെവൽ ചെയ്തെങ്കിൽ പറ്റില്ല കേട്ടോ. എന്താ 10 മണിക്ക് 9 കയറാൻ പറ്റും. ഇതിൽ പറയാൻ സമയത്ത് 9 പറഞ്ഞാൽ ആ കഴിയുള്ളൂ. എവിടെയാണ് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ടോ? ഫുഡൊക്കെ നോക്കണ്ടോ?